എപ്പോഴെങ്കിലുമൊക്കെ കൂട്ടുകാരോട് പറയടാ എന്തെങ്കിലും എൻ്റെ നോവലുകൾ തിരക്കി ആൾക്കാർ വരും, കിൽപി ധർമ്മജനെ ഈ ലോകം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് തമാശക്കാണെങ്കിലും പറയും. അത് പെയിൻ രണ്ട് രീതിയിലാണ് പെയിൻ. ഒന്ന് നമ്മുടെ പുറത്തും ഒന്ന് അകത്തും. അതായത് ഞാൻ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്നു, പിന്നെ എൻ്റെ ഇതല്ല എന്നുള്ളത്. അപ്പോൾ ആ പെയിൻ ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടത്. പക്ഷെ വായിക്കുന്ന ഒരാൾ ആ ഒരു റൂമിലിരുന്ന് വായിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയാണോ സഞ്ചരിച്ചത് അവിടെയെല്ലാം ആൾക്കാർ പോയിട്ട് വന്നിട്ട് ഇത് അവർ കണ്ടു എന്ന് പറയുന്ന ഒരു മൊമെൻറ്റ് എൻ്റെ ആസ് എ റൈറ്റർ ഞാൻ സക്സസ് ആയെന്ന് വിചാരിക്കുന്നു. ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ ആ ബുക്ക് വായിച്ച് തീർന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ പകുതിയായി, കുറച്ച് നാളായി അത് വായിച്ചിട്ട്, ഇനിയിപ്പോൾ വായിക്കണം, ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം ബാക്കി എത്താൻ. അപ്പോൾ കഥയിൽ നിന്ന് ആൾ തെന്നിമാറി പോവുകയാണ്. ഒരു സിനിമയാണെങ്കിലും ഒരു പുസ്തകമാണെങ്കിലും ഇവനൊരു പാട്ടാണെങ്കിൽ പോലും ഇറങ്ങിക്കഴിയുമ്പോൾ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്, ഒന്ന് ഇഷ്ടപ്പെടുന്നവർ, ഒന്ന് ഇഷ്ടമില്ലാത്തവർ. അപ്പം നമുക്ക് ഒരാളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുത്താനായിട്ട് പറ്റത്തില്ല, അത് ഭയങ്കര പാടാണ്. നമ്മളൊരിക്കലും പ്രായമുള്ളവരുടെ ഒറ്റപ്പെടലോ അവരുടെ ഡിപ്രഷനോ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവർ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് കുറവായിരിക്കും, റെയറായിട്ടുള്ള ആൾക്കാരാണ് ഫോൺ ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ട് നേരിട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബോഡി ഷെയ്മിങ്. ബോഡി ഷെയ്മിങ് മാത്രമല്ല, നമ്മുടെ റേസിസം. ഇപ്പോൾ ഒരു വെയിലത്ത് പോയി കളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കറുത്ത് കരുമാക്കാനോ കണക്കെന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അത് ഇപ്പോഴും പോലീസ് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ റിയലാണ്. ഇവർ വേറെ ഏതൊരു ബോഡിയിലേക്ക് പോയി ഈ വിവാദങ്ങൾ, ഇവർ മരണപ്പെട്ട വാർത്തകളും പോലീസ് അന്വേഷണം നടക്കുന്നതൊക്കെ വേറൊരു സ്ഥലത്തിരുന്ന് കാണുന്നുണ്ടെങ്കിലും. അഖിൽ പി ധർമ്മജനാണ് ഇന്ന് കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒന്നിരുന്ന് സംസാരിക്കണം എന്നുള്ളത്. ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ആദ്യം തന്നെ റാം കെയർ ഓഫ് ആനന്ദിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോഴും വളരെ ട്രെൻഡിങ് ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോപ്പീസ് ഇപ്പോഴും എവിടെ ചെന്നാലും റാം കെയർ ഓഫ് ആനന്ദി ഫ്രണ്ടിൽ തന്നെ ഉണ്ടാകും. സോ അങ്ങനെ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരെ, വായനാശീലം ഇല്ലാതിരുന്ന ഒരുപാട് പേരെ വായിക്കാൻ പ്രേരിപ്പിച്ചൊരു ബുക്ക് കൂടെ ആയിരുന്നു. പലർക്കും അതിൻ്റെ ലാംഗ്വേജിൻ്റെ ഒരു സിംപ്ലിസിറ്റി കാരണവും അതിലെ കൺവേ ചെയ്യുന്നൊരു ഇമോഷൻ കൊണ്ടും പല റീസൺസ് ഉണ്ട് അത് എൻഗേജിങ് ആയിട്ട് വായിച്ച് തീർക്കാനായിട്ട്. ആ ബുക്കിന് മുൻപ് ഉണ്ടായിരുന്ന കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട്. അവിടെ നിന്ന് ഈ ഒരു ബുക്കിലേക്ക് വന്നു. അത് അത്രയും ട്രെൻഡായി, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അത്രയും ട്രെൻഡായ ആ ഒരു മൊമെൻ്റ് ഒരു റൈറ്റർ എന്ന രീതിയിൽ എങ്ങനെയായിരുന്നു ചേട്ടന്? എനിക്ക് പണ്ട് എഴുത്തിലേക്ക് വരുന്ന സമയത്ത് പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്താനായിട്ടുണ്ടാവും. ഇപ്പോൾ എഴുത്തൊക്കെ വർക്കാവുമോ? ഞാൻ വരുന്നത് 2010 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് എഴുതുന്നത്, സീരിയസ് ആയിട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഓജബോർഡ് പബ്ലിഷ് ചെയ്യാനായിട്ടാണെങ്കിലും ശ്രമിച്ചപ്പോഴും പബ്ലിഷിംഗ് കമ്പനികൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായി. ശരി, ഇത് ചിലപ്പോൾ വർക്കാവത്തില്ലായിരിക്കാം. അപ്പോൾ കൂടെ ഉള്ള കൂട്ടുകാരാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോത്സാഹനം അങ്ങനെയുള്ളതൊന്നും കിട്ടില്ല. ഭയങ്കര വിഷമം തന്നെ ഉണ്ടായി. എന്നാലും ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്, എപ്പോഴെങ്കിലുമൊക്കെ കൂട്ടുകാരോട് പറയടാ എന്തെങ്കിലും എൻ്റെ നോവലുകൾ തിരക്കി ആൾക്കാർ വരും, കിൽപി ധർമ്മജനെ ഈ ലോകം അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് തമാശക്കാണെങ്കിലും പറയും. അപ്പോൾ കളിയാക്കും ആൾക്കാർ, നല്ല രീതിയിൽ കളിയാക്കും. പക്ഷേ പിന്നോട്ട് പോയില്ല, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഓരോ ആൾക്കാർ വിചാരിച്ചത് കുറേ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞാനത് മറക്കും എന്നാണ്. പക്ഷെ ചെറുപ്പത്തിൽ എന്താഗ്രഹിച്ചോ അത് തന്നെ ഞാൻ മുന്നോട്ട് പോയപ്പോഴും മുന്നോട്ട് തന്നെ അങ്ങനെ എനിക്ക് റൈറ്റർ ആവണമെന്ന് പറഞ്ഞതായി. പിന്നെ ഞാൻ മെക്കാനിക്കാണ് പഠിച്ചത്. മെക്കാനിക്കൽ പഠിച്ചപ്പം ഇതുപോലെ തന്നെ ആൾക്കാർ പറഞ്ഞു ഇനിയിപ്പോൾ അവൻ മെക്കാനിക്കായിട്ട് ഗൾഫിൽ എവിടെയെങ്കിലും പോയി സെറ്റായിക്കോളും എന്ന് പറഞ്ഞ്. പക്ഷേ ഈ വീട്ടുകാർ പറഞ്ഞ പോലെ മെക്കാനിക്കൽ പഠിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചിട്ട് പറഞ്ഞു ഇനി എൻ്റെ വഴിക്ക് എന്നെ വിട്ടേക്ക്, ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞ് ജോലിക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ പക്ഷേ ജോലിക്ക് കയറി ഒരു വർഷം ഇതുപോലെ തന്നെ ഒരു ലോക്കൽ ചാനലായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഞാനും പോയിരുന്ന ആൾക്കാരെയൊക്കെ, ഞാൻ പ്രോഗ്രാം ഡയറക്ടറായിരുന്നു. അപ്പോൾ ലോക്കൽ ചാനലിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരിക, പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുക, പിന്നെ മറ്റേ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുക റോഡിൽ നടന്ന്, പിന്നെ അതിനിടയ്ക്ക് പരസ്യം പിടിക്കാൻ പോകണം. അതായത് ചാനൽ നിലനിൽക്കണമെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് വേണം. അപ്പോൾ ഓരോ കടകളിൽ, ഈവൻ കുഞ്ഞു തുണിക്കടയിൽ വരെ പോയിട്ട് ചേട്ടാ ഒരു പരസ്യം തരുമോ എന്നും പറഞ്ഞ് ചെന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു സ്ട്രഗിളിനിടയ്ക്ക് ഞാൻ ഈ എഴുത്ത് മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാനലിലുള്ളവരാണെങ്കിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ അവരോട് പറയും എന്തെങ്കിലും എൻ്റെ ലോകം അറിയും, എൻ്റെ ബുക്കുകൾ വായിക്കും, തിരഞ്ഞെടുക്കും എന്നുള്ളത്. പിന്നെ അങ്ങോട്ട് പോയി ഈ പറഞ്ഞ ഓജോബോർഡ് പബ്ലിഷ് ചെയ്തു. വളരെയധികം സ്ട്രഗിൾസ് ആയിരുന്നു. ആരും പബ്ലിഷ് ചെയ്യാനില്ല. പബ്ലിഷ് ചെയ്ത ബുക്കാണ് ഞാൻ സെൽഫ് പബ്ലിഷ് ചെയ്തത്. ഇത് വാങ്ങാനായിട്ട് ആളില്ല, അല്ലെങ്കിൽ ഇതൊരു ബുക്ക് സ്റ്റാളിൽ വെക്കാനായിട്ട് ശ്രമിച്ചാൽ അവർ തയ്യാറാവുന്നില്ല. പിന്നെ ലാസ്റ്റ് ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുനടന്നങ്ങ് വിറ്റു. അപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവരിങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ച് കാണുമ്പോൾ അച്ഛനോട് പറയും ചെറുക്കൻ പഠിച്ചതല്ല, എന്നിട്ട് ഇവനെന്തിനാ ഈ ബസ്സിലൊക്കെ ബുക്ക് വയ്ക്കാൻ നടക്കുന്നത്, ട്രെയിനിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ കാണുമ്പോൾ ആൾക്കാർ എന്നെ ഇങ്ങനെ മോട്ടിവേഷൻ കണക്ക് പറയും, മോനെ ഇതൊക്കെ നീ വിട്ടിട്ട് നീ ഗൾഫിൽ പോയി വീടൊക്കെ ജോലി ചെയ്യും, നീ പഠിച്ചത് നിനക്ക് നല്ല മാർക്കൊക്കെ ഉള്ളതല്ലേ,
അപ്പം ഞാൻ പറയാം അത് ഓക്കെയാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു എനിക്ക് ആസ് എ മെക്കാനിക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ രാവിലെ പോയി വണ്ടിപ്പണിയൊക്കെയാണ്. അപ്പോൾ എപ്പോഴും കൈയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്പാനർ മിക്കപ്പോഴും തെന്നുമ്പോൾ ഒരു മുറിവുണ്ടാവും. അപ്പോൾ ഇത് എപ്പോഴും പെയിനാണ് എനിക്ക്. അത് പെയിൻ 2 രീതിയിലാണ് പെയിൻ. ഒന്ന് നമ്മുടെ പുറത്തും ഒന്ന് അകത്തും. അതായത് ഞാൻ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്നു, പിന്നെ എൻ്റെ ഇതല്ല എന്നുള്ളത്. അപ്പോൾ ആ പെയിൻ ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടത്. ആ ഒരു സാധനത്തിൽ നിന്നിട്ടാണ് ഓജോ ബോർഡ് സെൽഫ് പബ്ലിഷ് ചെയ്തതും. ആരൊക്കെ കളിയാക്കിയാലും കുഴപ്പമില്ല, എനിക്ക് എവിടെ പോയാലും കുഴപ്പമില്ല, എൻ്റെ ബുക്ക് ആൾക്കാരിലേക്ക് എത്തണമെന്ന് തോന്നി. അങ്ങനെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ഇടും, ഞാൻ ഇന്ന ബസ് സ്റ്റാൻഡിലുണ്ടാവും, ചില ആൾക്കാർ വാങ്ങും, ഇല്ലെങ്കിൽ കൺവിൻസ് ചെയ്യും, ഇതിൻ്റെ പകുതി പൈസക്ക് തരാം. അങ്ങനെ ആദ്യത്തെ ബുക്കും 2ാമത്തെ ബുക്കും സെൽഫ് പബ്ലിഷ് ചെയ്തു. 3ാമത്തെ ആയപ്പോഴേക്കും ഈ പറഞ്ഞ അഖിൽ പി ധർമ്മജൻ എന്ന് പറഞ്ഞ ഒരു ഓതറിനെ കുറച്ച് പേരെങ്കിലും, ഒരു 50 പേരെങ്കിൽ 50 പേര് അറിഞ്ഞ് ബുക്ക് സ്റ്റാൾസിൽ വന്നിട്ട് അന്വേഷിക്കാൻ തുടങ്ങി, ഈ ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഓജോ ബോർഡ്, മെർക്കുറി ഐലൻഡ്. ആ ഒരു കോൺഫിഡൻസിലാണ് DC ബുക്സും 3ാമത്തെ ബുക്ക് പബ്ലിഷ് ചെയ്തത്, റാം കെയർ ഓഫ് ആനന്ദി. ഇപ്പോൾ ജസ്റ്റ് ഇന്നലെ 4 ലക്ഷം കോപ്പികൾ ക്രോസ് ചെയ്തു. ഇപ്പോൾ അവാർഡും കിട്ടി. അപ്പോൾ അതങ്ങനെ ആ ഒരു ജേർണി പോകുന്നു. ഇതൊരു എല്ലാവരും പെട്ടെന്ന് നോക്കുമ്പോൾ വിചാരിക്കും ഇവനൊന്നും പെട്ടെന്ന് ഒരു ചാടി കയറ്റാമെന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഒരു 10 വർഷത്തെ സ്ട്രഗിളുണ്ട് ഇതിൻ്റെ പിന്നിൽ. 10 വർഷം ഈ സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഒരു വൈറലെന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് സെല്ലറെന്നോ ഒക്കെ അറിയപ്പെടുന്നത്. ഇപ്പൊ ആ ഒരു സ്റ്റേജിലൂടെയാണ്, ഇപ്പൊ കഷ്ടപ്പാടിന്റെ ഒരു റിസൾട്ടിലൂടെ ഇപ്പൊ കടന്നു പോവുകയാണ്. അതിനുശേഷം ഇറങ്ങിയ ബുക്കും ഇതുപോലെ തന്നെ രാത്രി 12-ന് ശേഷം. ഇപ്പം ഞാൻ ചെയ്തൊരു കാര്യമാണ് കേട്ടോ, രാത്രി 12 മണി സമയത്ത് ഞാനിരുന്ന് വായിച്ചു. ഏകദേശം ഒരു മിഡിലൊക്കെ എത്തിയിട്ട് എനിക്ക് പിന്നെ പേടി. ഞാൻ ഹോളിലിരുന്ന് വായിച്ചിട്ട് റൂമിലേക്ക് പോകാൻ തന്നെ എനിക്ക് പേടി, എനിക്ക് ബാക്കി വായിക്കണം. അത്രയും നമുക്ക് ആ ഒരു ടെൻഷൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിട്ട് ആ സമയത്തിരുന്ന് ബാക്കി വായിക്കാൻ കുറച്ച് പേടിയായിപ്പോയി. അങ്ങനെ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കോപ്പീസ് ഇപ്പോൾ വിറ്റുപോയിട്ട് നല്ല ഒരു ട്രെൻഡിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഗ്രോത്തും കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു? രാത്രി 12-ന് ശേഷം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി വായിച്ച ഒരാൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഞാനെപ്പോഴും ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറീസിൽ ഒതുങ്ങി നിൽക്കത്തില്ല. ഇപ്പോൾ ആദ്യത്തേത് ഓജോ ബോർഡ്, മെർക്കുറി ഐലൻഡ്, പിന്നെ റാം കെയർ ഓഫ് ആനന്ദി. ഇത് ഓരോന്നിലും ഞാൻ ജോണർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹൊററിൽ നിന്നിട്ട് അഡ്വഞ്ചർ ഫാൻറ്റസിയിലേക്ക് പോയി, 3ാമത്തെ റൊമാൻറ്റിക് ഫിക്ഷനിലേക്ക് പോയി, 4ാമത്തെ വന്നപ്പോഴേ ഒരു മിസ്റ്ററി ത്രില്ലറിലേക്ക് പോയി. നമ്മളെപ്പോഴും ഒരു എഴുത്തുകാരൻ എപ്പോഴും ഒരു പുതുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സാധനം തന്നെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മടുക്കും. പിന്നെ നമ്മൾ ഈ സാധനങ്ങൾ ഒരെണ്ണം ഹിറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ ചുവട് പിടിച്ചിട്ട് നമ്മൾ അടുത്തത് അത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശരിയായിരിക്കും, പൈസ കിട്ടുമായിരിക്കും. പക്ഷേ ഞാനെപ്പോഴും കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. പരീക്ഷണങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. ചിലപ്പോൾ ഹിറ്റാവും, ചിലപ്പോൾ ഫ്ലോപ്പാവും. പിന്നെ ഈ കാലത്തൊക്കെ ബുക്കുകൾ എടുത്ത് വായിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഒരു കാലത്ത് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ബുക്ക് വായന ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഈ പുസ്തക വായന എന്ന് പറഞ്ഞാൽ എത്ര നൂറ്റാണ്ടുകളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഔട്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊബൈൽ വന്നപ്പോഴാണെങ്കിലും കമ്പ്യൂട്ടർ വന്നപ്പോഴാണെങ്കിലും ഔട്ടാവും എന്ന് പറഞ്ഞൊരു സാധനമാണ്. പക്ഷെ ഒരു ബുക്ക് കയ്യിലെടുത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ആ ഒരു സുഖം, ഞാനെപ്പോഴും ഒരു ബുക്ക് എൻ്റെ ഇപ്പോൾ ഓദർ കോപ്പി വന്നാലും ഞാൻ ആദ്യം ആ ബുക്ക് എടുത്തിട്ട് മണത്ത് നോക്കും. ആ ഒരു അച്ചടി മഷിയുടെ മണവും പേജിൻ്റെ മണവും എല്ലാം കൂടി ആ ഒരു ഫീല് ഇപ്പോഴും ആൾക്കാരത് ആസ്വദിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഹാർഡ് കോപ്പി അല്ലെങ്കിൽ പേപ്പർ ബാക്ക് എഡിഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാത്രി 12-ന് ശേഷം അതുപോലെ തന്നെ ജോണർ ഷിഫ്റ്റിംഗ് നടത്തിയപ്പോഴേക്കും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ചു, എപ്പോഴും നമ്മളൊരു സേഫ് സോണിൽ കിടന്ന് തട്ടിക്കളിച്ചിട്ട് കാര്യമില്ല, നമ്മളത് ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങണം. ആൾക്കാരിപ്പം ഓക്കെ അത് എന്തോ ആവട്ടെ, ആൾക്കാരത് നല്ലത് പറയട്ടെ മോശം പറയട്ടെ, അത് ഇമ്പ്രൂവ് ചെയ്ത് അടുത്ത ബുക്കിലേക്ക് പോയിട്ടില്ലെങ്കിൽ എൻ്റെ എഴുത്തുകാരൻ എന്ന് പറഞ്ഞത് റാം കെയർ ഓഫ് ആനന്ദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഞാൻ എവിടെ പോയാലും ഞാനിങ്ങനെ റാം കെയർ ഓഫ് ആനന്ദിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയും എനിക്ക് വേറെ 3 ബുക്കുകൾ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് സംസാരിക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു എഴുത്തുകാരൻ എപ്പോഴും ഒരു ബുക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അടുത്ത ബുക്കുകളിലൂടെ സഞ്ചരിക്കണം, അടുത്ത ജോണറിലൂടെ സഞ്ചരിക്കണം, വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഇനിയിപ്പോൾ അടുത്ത ബുക്കും വേറൊരു വിഷയമായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. എഴുത്തിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിലെല്ലാം ഒരു സിനിമാറ്റിക് എലമെൻറ്റ് കൊണ്ടുവരുന്നതായിട്ട് ഒരു വായനക്കാരി എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട്. ഇതിലെല്ലാം ഈ ഒരു എഴുത്തിൻ്റെ ആ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു മീറ്റർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് കഥ പറയുമായിരുന്നു, സ്റ്റോറി ടെല്ലിങ് ആയിട്ട് പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ആൾക്കാർ ഇത് വിഷ്വലൈസ് ചെയ്തിട്ട് അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഭയങ്കരമായിട്ട് നിരീക്ഷിക്കും. ഇതിന് ശേഷമാണ് ഞാനിത് എഴുതി തുടങ്ങിയത്. പിന്നെ ചെറുപ്പം തൊട്ട് തന്നെ സിനിമ കാണും, ഇഷ്ടംപോലെ സിനിമ കാണും. അടുത്ത വീടുകളിൽ പോയി സിനിമ കാണുമായിരുന്നു. പിന്നെ മറ്റേ VCD പ്ലെയറൊക്കെ വരുമ്പോൾ അത് വാടകയ്ക്ക് CD എടുത്തിട്ട് വന്നിട്ട് കാണും.
ഇതെല്ലാം പണ്ട് തൊട്ട് തന്നെ എല്ലാ ടൈപ്പ് സിനിമകളും കണ്ട് 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 എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം ചിന്തിച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ഇതിൻ്റെ ലൈറ്റിങ് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു സെറ്റപ്പ്, അതൊക്കെ നോക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ആ ഒരു രീതിയിൽ കൊച്ചിലോട്ട് അങ്ങനെ വരുന്നത്. ഞാനിപ്പോൾ ഒരാളോട് സംസാരിച്ചാലും ഞാനിങ്ങനെ 360 ഡിഗ്രിയിലൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. ക്യാമറ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ വൈറ്റ് ഷോട്ട് വേണോ, ക്ലോസ് ഷോട്ട് വേണോ, സജഷൻ ഷോട്ട് വേണോ, ഇതൊക്കെ. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഈ പുസ്തകങ്ങളിലും ഈ തിരക്കഥകൾ കിട്ടും. അപ്പോൾ അതിങ്ങനെ സിനിമ ഇരുന്നിട്ട് കാണും. അപ്പോൾ തിരക്കഥ ഇങ്ങനെ വായിക്കുമ്പോഴേക്കും നമുക്ക് പിടി കിട്ടും, ഇതാണ് സംഭവം. അന്ന് തൊട്ട് തന്നെ സിനിമ ലവർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ബുക്കുകളിലും ആ ഒരു സാധനം റിഫ്ലക്റ്റ് ചെയ്യും. ഇത് എപ്പോഴും ഒരു പുതുമയായിരിക്കണം, ആൾക്കാർക്ക് ആ ഒരു വിഷ്വലൈസ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പം നമുക്കൊരു സാഹിത്യപരമായിട്ട് കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യാം, പക്ഷേ എന്തെങ്കിലും ഞാനീ പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യത്യസ്തത വേണമല്ലോ. പിന്നെ എനിക്കിതേ അറിയത്തുള്ളൂ, ഇങ്ങനെ ഒരു സംഭവം അറിയത്തുള്ളൂ. ചിലപ്പോൾ ആൾക്കാർക്ക് പറയാം ഇതിൻ്റെ അകത്ത് സാഹിത്യ ഗുണമില്ല, അല്ലെങ്കിൽ ഇതൊരു എന്താണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറയാം. പക്ഷെ വായിക്കുന്ന ഒരാൾ ആ ഒരു റൂമിലിരുന്ന് വായിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയാണോ സഞ്ചരിച്ചത് അവിടെയെല്ലാം ആൾക്കാർ പോയിട്ട് വന്നിട്ട് ഇത് അവർ കണ്ടു എന്ന് പറയുന്ന ഒരു മൊമെൻറ്റ് എൻ്റെ ആസ് എ റൈറ്റർ ഞാൻ സക്സസ് ആയെന്ന് വിചാരിക്കുന്നു. അതാണ് എനിക്കും വേണ്ടത്. ഇനിയിപ്പം മുന്നോട്ട് എഴുതുമ്പോഴും ഒരു സിനിമാറ്റിക് എലമെൻ്റ് തന്നെ പിടിക്കും, ആൾക്കാർ വിഷ്വലൈസ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ആൾക്കാർ കൂടുതലും സിനിമ അല്ലെങ്കിൽ വെബ് സീരീസ് അങ്ങനെയുള്ള മീഡിയം കണ്ടുവരികയാണ്. നമ്മളിങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടി ഒരു സാധനം കൺവേ ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഫാസ്റ്റായിട്ട് അവർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വായനയിലും കുറച്ച് മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതേ എഴുത്ത്, വായന, ഇതിലൊക്കെ. അപ്പം നമ്മുടെ സിനിമകൾക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് എഴുത്തും മാറും, വായനയും മാറും. ഞാൻ അതിലൂടെ സഞ്ചരിക്കുന്നു. ചിലപ്പോൾ ഒരു പ്രായമാകുമ്പോൾ അത് ഔട്ടാവുമായിരിക്കും. അപ്പോൾ സ്റ്റിൽ ട്രൈ ചെയ്യും, അവസാനം വരെ ട്രൈ ചെയ്യും. എന്നാലിപ്പോൾ ഈ പറഞ്ഞ കറൻ്റ്ലി ഞാൻ സിനിമാറ്റിക് നോവൽസാണ് എഴുതുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഈ സിനിമകളായിട്ടുള്ള കമ്പാരിസൺ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു നോവൽ എഴുതുമ്പം അതിൽ എഴുത്തുകാരൻ്റെ ഭാവനയിൽ വരുന്ന പല സ്ഥലങ്ങളും പല മുഖങ്ങളും ഉണ്ട്. അത് വായനക്കാരിലോട്ട് എത്തുമ്പം വേറൊരു രീതിയിലായിരിക്കും, അവരുടെ ഭാവനയിൽ വരുന്ന വിഷ്വൽസ് വേറെ ആയിരിക്കും. പക്ഷേ ഇപ്പം 2018 എന്ന സിനിമയുടെ കോറൈറ്ററും കൂടെ ആയിരുന്നു. അടുത്ത സിനിമയുടെ പരിപാടികൾ ഇപ്പം നടക്കുന്നുണ്ട്. സിനിമയിലേക്ക് വരുമ്പം ക്രിയേറ്റേഴ്സ് മേക്ക് ചെയ്യുന്ന ഒരു വിഷ്വലാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. അവർ ക്രിയേറ്റേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ വിഷ്വലി പ്രേക്ഷകരിലേക്ക് എത്തി. രണ്ട് തരത്തിലുള്ള വിഷ്വലൈസേഷൻ ഡിഫറെൻ്റ് ആണല്ലോ. അതൊരു എഴുത്തുകാരനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ പണിയെടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. ക്യാമറാമാനുണ്ട്, ഡയറക്ടറുണ്ട്. എൻ്റെ സൈഡ് കൊടുത്താലും ചിലപ്പോൾ അവർ അതിനേക്കാളും നന്നായിട്ട് അത് എടുത്തു വെക്കും സീന്. ഡയലോഗ് ആണെങ്കിൽ പോലും ചിലപ്പം ഒരു ആക്ടർ വന്നു കഴിയുമ്പോൾ പറയും ഞാൻ ഈ ഒരു രീതിയിലൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്നും പറഞ്ഞ് ലൊക്കേഷനിൽ വെച്ച് പറയുമ്പോൾ അത് അടിപൊളിയാവും. ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്നിട്ട് പറയും. അതൊരു ടീം വർക്കാണ് സിനിമ. പക്ഷേ ഒരു നോവലിലേക്ക് വരുമ്പോൾ വായിക്കുന്ന ആൾ തന്നെയാണ് ക്യാമറമാനും ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യേണ്ടത്. ഏത് ആക്ടർ അവിടെ വരണം, അവർ ഏത് രീതിയിൽ ഡ്രസ്സ് ചെയ്യണം, ഏത് രീതിയിൽ സംസാരിക്കണം, ഇങ്ങനെയുള്ളതെല്ലാം വായനക്കാരനാണ്. അവിടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ബുക്ക് വായിക്കുമ്പോൾ ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്, അതായത് ഇപ്പോൾ ഡിപ്രഷൻ പോകുമ്പോഴും ബുക്സ് വായിക്കാൻ പറയും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. നമ്മളൊരു സിനിമ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ കാണുമ്പോൾ നമ്മളത് കാണുന്നു, കണ്ണ് വർക്ക് ചെയ്യുന്നുണ്ട്, ബ്രെയിനിലേക്ക് പോകുന്നുണ്ട് ആ സാധനം. പക്ഷേ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ അക്ഷരങ്ങളിലൂടെ അത് വിഷ്വലൈസ് ചെയ്ത് ബ്രെയിൻ അത്രയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് കിട്ടും. എനിക്ക് ഒരിടക്ക് ആണ് എനിക്ക് ഇത് സംഭവം പിടികിട്ടിയത്. ഈ വായന കൊണ്ട് ഭയങ്കര നമുക്ക് മെമ്മറി പോലും ബൂസ്റ്റ് ആകുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യല്ലേ. നമ്മളിപ്പം ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ പോകുമ്പോൾ നമ്മുടെ കൈക്കും കാലിനൊക്കെ നീരായിരിക്കും. കാരണം നമ്മൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല കുറേ നാളായിട്ട്. പിന്നെ പയ്യെ നമ്മുടെ മസിൽസ് ലൂസായി പിന്നെ നല്ല സ്ട്രോങ് ആകും. ഈ സെയിം കാര്യം തന്നെ നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ ചുറ്റുമുള്ളത് കാണുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, ഇതുണ്ട്. പക്ഷെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന, നമ്മുടെ ഒരു പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഓക്കെ സമ്മതിച്ചു. പക്ഷെ ഇത് ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ പല രീതിയിൽ വർക്ക് ചെയ്യും. പല മനുഷ്യർ, പല സ്വഭാവങ്ങൾ, പല സിറ്റുവേഷൻസ്, രാത്രി പകല്, നമ്മൾ ഒരേ സമയം പല കഥാപാത്രങ്ങളായി നമുക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്ന പോലെ തന്നെ നമ്മൾ മാറി ചിന്തിക്കും. പിന്നെ ചില മൊമെൻറ്റ്സ് നമ്മളെ ഇൻസ്പയർ ചെയ്യും. ചില കഥാപാത്രങ്ങൾ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അന്ന് ഓവർകം ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും. ബുക്ക് റീഡിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും ഒരു ബുക്ക് വായിക്കുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒന്ന് ട്രൈ ചെയ്യും. ഒരു ദിവസം ഞാൻ പലരോടും പറയും, ഒരു 5 പേജ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വായിക്കുക, കഷ്ടപ്പെട്ട് വായിച്ചോ. ഇതൊരു 1 മാസം നിങ്ങൾ 30 ദിവസം കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാകും. പിന്നീട് നിങ്ങൾക്ക് തന്നെ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കര മനസ്സിലാവും. അത് പലർക്കും മടിയാണ്.
പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ മടിയാണ് സമയം കിട്ടില്ല എന്നൊക്കെ ഉള്ളതാണ്. അതെ പക്ഷെ അതെ എനിക്ക് തോന്നുന്നു ഇപ്പം പക്ഷെ വീണ്ടും ഒരു സമയത്ത് കുറഞ്ഞു നിന്നിട്ട് ഇപ്പം വീണ്ടും മാറുന്നതായിട്ട് തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ കൂടുന്നുണ്ട് ഇപ്പം. അല്ലെങ്കിൽ പിന്നെ ഈ ബുക്കുകൾ ഇത്രയും കോപ്പിയൊക്കെ ആരാണ് വാങ്ങുന്നത്? അതെ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു എഡിഷൻ എന്ന് പറയുമ്പോൾ ഒരു 1000 കോപ്പിയൊക്കെ വിറ്റ് പോകുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ബുക്ക് ഉൾപ്പെടെ എൻ്റെ ഫസ്റ്റ് ബുക്കൊക്കെ 1000 കോപ്പിയാണ് ഒരു എഡിഷൻ. അപ്പോൾ ഈ 1000 വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ അതേ സമയത്ത് പല പുസ്തകങ്ങളും ഒരു എഡിഷൻ എന്ന് പറയുന്നത് 30,000 കോപ്പിയൊക്കെയാണ്. ഇപ്പോൾ ജോസഫ് അന്നക്കുട്ടിയുടെ ബുക്ക് ഇപ്പോൾ 25,000 കോപ്പിയാണ് റീസെൻ്റ്ലി വരുന്ന ബുക്ക്. KR മീര മാമിൻ്റെ ആണെങ്കിൽ 30,000 പ്രീ ഓർഡേഴ്സൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ നിംന വിജയ്, അങ്ങനെ കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു റീഡേഴ്സിൻ്റെ എണ്ണമാണ് ഈ കാണിക്കുന്നത് നമ്പേഴ്സ്. അത് ഭയങ്കര സന്തോഷമാണ്. ആൾക്കാർ വായനയിലേക്ക് വരട്ടെ, ഇതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകാരുണ്ടാവട്ടെ, വായനക്കാരുണ്ടാവട്ടെ എന്നുള്ളൊരാഗ്രഹം. ഇപ്പോൾ ഈ ഫോണിൻ്റെ യൂസേജും ഒക്കെ കൂടിയത് കാരണം പലരുടെയും അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമും കൂടാണ്. ബ്രെയിൻ റോട്ടൊക്കെ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പം അങ്ങനത്തെ ഒരു ടൈമിൽ ഒരു എഴുത്തുകാരൻ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കണമല്ലോ. നമ്മുടെ ബുക്സ് ആൾക്കാരിലേക്ക് എത്തണം, അവരത് വായിക്കണം, വായിച്ച് തുടങ്ങുന്ന അതേ എക്സൈറ്റ്മെൻറ്റിൽ വായിച്ച് തീരണം എന്നുള്ളൊരു ആവശ്യം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ അറ്റൻഷൻ സ്പാൻ ഈ ഒരു സാധനം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഹുക്ക് എവിടെയാണ് പിടിക്കാറുള്ളത്? ഞാൻ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, കഥ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ആവും. അപ്പം ഞാനെപ്പോഴും എന്തെങ്കിലും ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കൊടുക്കും. അവർക്ക് പുതിയതായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ത്രില്ലോ അവർക്കൊരു ഫീലിങ്സോ, ചിലപ്പോൾ അവർക്കൊരു സങ്കടമായിരിക്കും, ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ അവരുടെ ലൈഫിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു മൊമെൻ്റ് പോലെ തോന്നുന്ന ഒരു സാധനമായിരിക്കും. ഇതൊക്കെ ഞാൻ റിയൽ ലൈഫിൽ ഞാനെപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാൻ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. എനിക്കെപ്പോഴും ഒരു നോട്ട് പാഡ് ഉണ്ടാവും, അതായത് ഒന്നേ ഫോണിൽ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ളത്. എനിക്ക് എന്താണോ അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിലുള്ള അതിൽ ഞാൻ എഴുതി വെക്കും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാനൊരു ട്രെയിൻ ജേർണിയിലാണ് എനിക്കൊരു സംഭവം, ഒരു ഹ്യൂമർ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അത് നോട്ട് ചെയ്യും. എന്തെങ്കിലും ഞാനിത് എഴുതുന്ന സമയത്ത് ഈ സാധനം എനിക്ക് യൂസ് ആവും. അപ്പോൾ ഇങ്ങനെ ഓരോ ചാപ്റ്ററിൽ നമുക്ക് പുതുമയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇത് അടുത്ത എന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും ആൾക്കാർക്ക്. ഈ ഒരു സാധനം ഞാൻ നന്നായിട്ട് തന്നെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ചില ചാപ്റ്റേഴ്സ് ഈ പറഞ്ഞ കണക്ക് എല്ലാം അങ്ങനെ കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ അവർ ആ കഥയുടെ ഉള്ളിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ അവർ അതിൻ്റെ അകത്തേക്ക് പൊയ്ക്കോളും. നമ്മളൊരു കഥാപാത്രമായി നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് വായിച്ച് അങ്ങ് പോകും. എൻ്റെ കഥകളിൽ അങ്ങനെ എപ്പോഴും ഒരു ഹുക്കിംഗ് എലമെൻ്റ് ഉണ്ടാവും. അതങ്ങനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ വായന മുറിഞ്ഞു പോയിട്ട് ഇടയ്ക്ക് ആ ബുക്ക് മടക്കി വെച്ചിട്ട്, ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ ആ ബുക്ക് വായിച്ച് തീർന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ പകുതിയായി, കുറച്ച് നാളായി അത് വായിച്ചിട്ട്, ഇനിയിപ്പോൾ വായിക്കണം, ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം ബാക്കി എത്താൻ. അപ്പോൾ കഥയിൽ നിന്ന് ആൾ തെന്നിമാറി പോവുകയാണ്. നമുക്കിവിടെ 1000 പ്രശ്നങ്ങളുണ്ട് നമ്മൾ ചുറ്റും ഫേസ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഈ ഒരു ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് ഇന്നായി കഴിഞ്ഞാൽ, ഇപ്പോൾ എവിടെയെങ്കിലും പോയി, ഇപ്പോൾ നമ്മളൊരു മൂവി പോസ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ ബുക്ക് പോസ് ചെയ്തായിട്ട് നമുക്ക് തോന്നും. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വർക്ക് ചെയ്യുക, അത് ചെയ്യുക, ടൂർ പോവുകയാണെങ്കിലും കഴിഞ്ഞിട്ട് വന്ന പെട്ടെന്നൊരു ഈ ബുക്ക് നമ്മളെ വിളിക്കും, എൻ്റെ അടുത്ത് വായിക്കുക എന്ന് പറഞ്ഞൊരു സാധനം. ഈ ഒരു സാധനം എൻ്റെ ബുക്കിൽ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ബുക്ക് വായനക്കാരനെ വിളിക്കണം, എൻ്റെ അടുത്ത് വായിക്കൂ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ എന്നെ എപ്പോഴെങ്കിലും വായിച്ചാൽ മതി എന്നല്ല, എന്നെ ബാക്കി തുടരൂ, എൻ്റെ വായന തുടരൂ എന്നുള്ളൊരിത്, ആ ഒരു ഹൂക്കിംഗ് എലമെൻ്റ് എപ്പോഴും ഉണ്ടാവും. ഇവ ഈ സപ്പോർട്ട് കിട്ടിയതുപോലെ തന്നെ റാം കെയർ ഓഫ് ആനന്ദിക്ക് കുറച്ച് വിമർശനങ്ങളും കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ. പക്ഷെ ആ ബുക്ക് ഓവർ റേറ്റഡ് ആണെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ കൂടുതലും ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇമോഷൻസ്, അവരുടെ അതിൽ ഓരോ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ മല്ലി ആയിക്കോട്ടെ, ശ്രീറാം ആയിക്കോട്ടെ, ഇവർ ആ ക്യാരക്ടേഴ്സ് ഇവരുടെ കൂടെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ളവരായിരുന്നു. ആ വിമർശനങ്ങളെ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത്? വിമർശനങ്ങളെ ഞാൻ സത്യത്തിൽ അത് നമ്മൾ അങ്ങനെ പോവും. ഒരു സിനിമയാണെങ്കിലും ഒരു പുസ്തകമാണെങ്കിലും ഇവനൊരു പാട്ടാണെങ്കിൽ പോലും ഇറങ്ങിക്കഴിയുമ്പോൾ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് ഇഷ്ടപ്പെടുന്നവർ, ഒന്ന് ഇഷ്ടമില്ലാത്തവർ. പിന്നെ ആൾക്കാരുണ്ട്, കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുമ്പോൾ അതിനെ വെറുക്കുന്നവർ. അപ്പോൾ ഈ 3 കാറ്റഗറീനെ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞത്, ഈ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ ഓക്കെ, എൻ്റെ ബുക്ക് ഇഷ്ടപ്പെടുന്നു, റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു, നല്ലതാണ്, അടിപൊളിയാണ്, താങ്ക് യു. റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു, അത് ക്രിഞ്ചാണ്, മോശമാണ്, അപ്പം ഞാൻ എന്ത് പറയണ്ട, ഞാൻ അടുത്തതിൽ ശ്രദ്ധിക്കാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല എനിക്ക് കയറിയിട്ട് പറയാൻ പറ്റുമോ അതെന്താ അങ്ങനെ പറഞ്ഞത്, അത് ശരിയായില്ല പറഞ്ഞത്, നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ മനസ്സിൽ നമ്മളിങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടതായതുകൊണ്ട് നമ്മളിങ്ങനെ ചോദിക്കും, എന്താണ്, എവിടെയാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പോരായ്മ തോന്നിയത്? ഞാനങ്ങനെ ചോദിക്കും. എനിക്ക് മോശമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, ഏത് പോർഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ? അപ്പോൾ പറയും എൻ്റയർ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കുക അത് അവരുടെ കപ്പ് ഓഫ് ടീ അല്ല. അപ്പോൾ ഏതെങ്കിലും പോർഷൻ, എനിക്ക് അതിൻ്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ആ കഥാപാത്രത്തിന് ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാകാം, അപ്പോൾ ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ ഇഷ്ടപ്പെടാത്തവരുടെ ഒരു വികാരം. അപ്പോൾ
അപ്പം ഞാൻ അടുത്ത ബുക്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ശ്രമിക്കും. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള വേറൊരു കാറ്റഗറി കുറ്റം പറയാൻ വേണ്ടിയിട്ട് കുറ്റം പറയുന്നവർ, അവരെ നമുക്ക് എന്ത് കൊടുത്താലും ഇപ്പം എത്ര നല്ല ഇപ്പം അമ്പലപ്പുഴ പാൽപ്പായസമാണ് ഇത് കുറച്ച് ഫേമസ് ആയിട്ട് പായസങ്ങളിലൊരു, അവരുടെ മുന്നിൽ ഇതാണ് ബെസ്റ്റ് പായസം എന്ന് പറഞ്ഞു കൊടുത്താൽ അവർ പറയും ഇത് കൊള്ളില്ല എന്ന് പറയും. അപ്പം നമുക്ക് ഒരാളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുത്താനായിട്ട് പറ്റത്തില്ല, അത് ഭയങ്കര പാടാണ്. നമ്മുടെ മുന്നിൽ ഒരാൾ കൈ കെട്ടി നിൽക്കുകയാണ്, ഞാൻ എന്ത് തന്നാലും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, നിങ്ങൾ എന്ത് ഈ ലോകത്തുള്ള എന്ത് സാധനം കൊണ്ടുവന്നാലും ഞാൻ ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അവരോട് ഒരിക്കലും നമുക്ക് മല്ലിട്ട് വിജയിക്കാനോ അല്ലെങ്കിൽ വാഗ്യുദ്ധം നടത്താനോ ഒരിക്കലും പറ്റത്തില്ല. ഞാൻ അവരോട് സംസാരിക്കാനും പോകാറില്ല. അതായത് അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും, ഏത് പോർഷനെ ഇഷ്ടപ്പെടാം? ഫുൾ ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് കുറ്റം പറയും, എന്തിനാണ് ഇത് ആൾക്കാർ വായിക്കുന്നത്, എന്തിനാണ് ഇത് ആൾക്കാർ വാങ്ങുന്നത്? ഞാൻ ചോദിക്കുന്നത്, അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത്, അവർക്ക് പണം കൊടുത്ത് ബുക്ക് വാങ്ങി അവർക്ക് വായിക്കാനോ അതിന് കുറ്റം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ഓക്കെ. പക്ഷെ വേറൊരാൾ അത് വാങ്ങാൻ പാടില്ല, അത് വായിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് വായിച്ച് റിവ്യൂ ഇടാൻ പാടില്ല, റീൽസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ തടയുന്നതിന് അതൊരിക്കലും നല്ലൊരു പ്രവണതയല്ല. പിന്നെ അവരോട് നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ വഴക്കിടാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പേരോടെ വഴക്കിടാൻ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്? അവരവരുടെ പാട്ടിന് വിടുക. കുറേ നാൾ കഴിയുമ്പോൾ അവർ വേറെ ആരുടെയെങ്കിലും പുറകെ പോവും, അത് കഴിയുമ്പോൾ അടുത്ത ബുക്കോ അല്ലെങ്കിൽ അടുത്ത സിനിമയുടെ പുറകെ പോവും. നമ്മളപ്പോൾ അത് നോക്കിയിരിക്കുക, ഇവർ പോയിട്ടുണ്ട് അവരുടെ പുറകെ, നമ്മൾ നമ്മുടെ പണി നോക്കുക, മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കാവും, എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് അവരുടെ വാക്കുകൾ കേട്ട് കേട്ട് അവിടെ തന്നെ ഇരിക്കുക. നമുക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ പേഴ്സണൽ അറ്റാക്ക് ഉണ്ട്, ഈ നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മളെ നമ്മുടെ കുടുംബത്തിനെ അറ്റാക്ക് ചെയ്യുന്നത്. ബുക്ക് വായിച്ചിട്ടോ? ബുക്ക് വായിച്ചിട്ട് മീൻസ് നമുക്കൊരു നല്ല കാലം വരുന്നത് കാണുമ്പോൾ, ഇപ്പം എൻ്റെ ഈ റാം കെയർ ഓഫ് ആനന്ദി 2 എഡിഷൻ 2000 കോപ്പിയെ പോയുള്ളെങ്കിൽ ഇവിടെ ഏതെങ്കിലും മനുഷ്യൻ എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. 2000 ആൾക്കാർ ഇരുന്നിട്ട് റിവ്യൂ ചെയ്തു, 2000 ആൾക്കാരും ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും റീല് ചെയ്തിട്ടു, 2000 കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല, 2 എഡിഷൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ 2 എഡിഷനേ പോയുള്ളൂ, 2000 പോയിട്ടുള്ളൂ. ഇവരാരെങ്കിലും അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമോ? കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്രയും കോപ്പീസ് പോയതും ഇത്രയും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും ആൾക്കാർക്ക് ഒരു ത്വരയുണ്ടാവും. അതിപ്പോൾ ഞാനാണെങ്കിലും നമുക്ക് ബേസിക്കലി ഉള്ളൊരു മനുഷ്യൻ്റെ ഒരു ഇതുണ്ട്. ഇപ്പോൾ ചില ഡിഷസ്, ഇപ്പം കഴിഞ്ഞിടയ്ക്ക് എന്താണ് ഉണ്ടായത്, മറ്റേ ബൺമസ്കയും ചായയും എല്ലാ സ്ട്രീറ്റിലും ഒരിടക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ചില ആൾക്കാർ ഇത് കഴിക്കാതെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ കുറേ മധുരം ചുമ്മാ പൊതിഞ്ഞ് കെട്ടി ചായ ആയിട്ട് കുടിക്കുന്നു, വട്ട് തന്നെ. അത് ട്രൈ ചെയ്തോ? ഇല്ല, ചുമ്മാ പറയുകയാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമുക്കൊരു സോഷ്യലി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ പിന്നാലെ പോകുന്നു കണ്ടു കഴിഞ്ഞാൽ മാറി നിന്ന് കുറ്റം പറയുന്ന ഒരാൾക്കാരുണ്ടാവും. പക്ഷെ അവിടെ നിന്നിട്ട് അത് എൻജോയ് ചെയ്ത് നല്ലതാണോ അല്ലയോ, ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ പിറ്റേ ദിവസം വന്നത് കഴിക്കട്ടെ, ഇല്ലാത്തവരാണെങ്കിൽ അത് മാറിപ്പോവും, അത്രയേ ഉള്ളൂ. ആ ഒരു സാധനം വിചാരിച്ചാൽ മതി. അതിന് കുറ്റം പറയുന്നതും ബാക്കിയുള്ളതും പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഈ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ സമയം കിട്ടും ഇഷ്ടം പോലെ. എനിക്ക് അതിനുള്ള സമയമില്ല, അടുത്ത വർക്ക് ചെയ്യണം. അപ്പോൾ അവരെ ആ വഴിക്ക് വിടുക, മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. പേഴ്സണലി എപ്പോഴെങ്കിലും അത് ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, ലൈക്ക് മെൻ്റൽ ഹെൽത്തിനെ എപ്പോഴെങ്കിലും അങ്ങനെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് തോന്നുമായിരുന്നു. അതായത് ബുക്ക് ഇത്രയും കഷ്ടപ്പെട്ട്, ഞാനത് 2 വർഷം ചെന്നൈയിൽ നല്ല കഷ്ടപ്പെട്ടു. അതായത് ഫുഡൊന്നുമില്ല, പട്ടിണി കിടന്ന് അങ്ങനെ തന്നെ പറയാം. പഠിക്കുന്നുണ്ടായിരുന്നു, ഫിലിം അക്കാഡമിയിലാണ് പഠിച്ചത്. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് ഫിലിംസ് ചെയ്യണം, ഓരോ വീഡിയോസ് ചെയ്യണം. അപ്പോൾ ഇതിന് നമ്മൾ ക്യാമറ റെൻറ്റിന് എടുക്കണം, ആക്ടേഴ്സിൻ്റെ സെറ്റ് ചെയ്യണം, അവർക്ക് ക്യാമ്പസിൽ നിന്ന് തന്നെ ആയിരിക്കും, എന്നാലും അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കണം, ട്രാവൽ എക്സ്പെൻസ് നോക്കണം. വീട്ടിൽ നിന്ന് ആ സമയത്ത് ഞാൻ ഓൾറെഡി അവർ പഠിപ്പിച്ചതാണല്ലോ, അപ്പോൾ മെക്കാനിക്കൽ പഠിപ്പിച്ചതാണ്. ഇത് ഞാൻ സ്വന്തമായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ പാർട്ട് ടൈമായിട്ട് ക്യാമറയ്ക്ക് ലൈറ്റ് പിടിക്കാൻ പോവുകയും ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയും ബലൂൺ വീർപ്പിക്കാൻ പോവുകയും പച്ചക്കറി അരിയാൻ പോവുകയൊക്കെ ചെയ്തിട്ടാണ് ഈ പൈസ കിട്ടുന്നത്. അപ്പോൾ ഈ 2 വർഷം ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് റാം കെയർ ഓഫ് ആനന്ദി ഞാൻ അവിടെ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്ത്. ഈ സാധനം നമ്മൾ കൊണ്ടുവന്നൊരു ഔട്ടായിട്ട് ഒരു വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയുമ്പോൾ നമ്മുടെ ആ സ്ട്രഗിൾസൊക്കെ ഒരു വാല്യൂ ഇല്ലാത്ത കണക്ക് തോന്നുമ്പോൾ നമുക്ക് വിഷമം വരും. പക്ഷെ നമുക്ക് പറയാനോ അല്ലെങ്കിൽ നമുക്ക് അവരോട് ഒന്നും തർക്കിക്കാനോ ഒന്നും പറ്റത്തില്ല. അതൊരു സിനിമയാണെങ്കിലും ഒരു പുസ്തകമാണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി അത് അവരുടെ കയ്യിലാണ്. അതിൽ ഈ പറഞ്ഞിട്ടുള്ള പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വിഷമം വരത്തില്ല. നമ്മൾ ഒരാളിരുന്ന് സ്ഥിരം ഒരാളല്ല ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട് കുറ്റം പറയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആവും. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയട്ടെ, ആൾക്കാരെന്തെങ്കിലും പറയട്ടെ, നമുക്ക് നമ്മുടെ വഴി നോക്കാമെന്ന് പറയും. വിഷമം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞത് ഇച്ചിരി പാടാണ്, ചെയ്തു. അങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ ഇപ്പം എന്തെങ്കിലും മെൻ്റൽ കണ്ടീഷനിലൂടെ ഇപ്പോൾ ഡിപ്രഷൻ പോലെ ഉള്ളതിലൂടെ കടന്നു പോകുമ്പോൾ വായനാശീലം അവരുടെ ഈ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും? ഇപ്പം ക്യാരക്ടേഴ്സ് തന്നെ എടുത്ത് പറഞ്ഞാൽ ഇപ്പം മല്ലയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ആനന്ദിയുടെ ക്യാരക്ടർ, അവിടെ ശ്രീറാമനാണല്ലോ, ആനന്ദി തിരിച്ചു വരുമോ ഇല്ലയോ ഇപ്പോഴും അറിയാണ്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്.
ഇപ്പോൾ ഈ രാത്രി 12-ന് ശേഷം നോക്കിയാലും അതിൽ ബോഡി ഷെയ്മിങ് ഫേസ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് പേരുടെ അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ക്യാരക്ടർ കടന്നു പോകുന്നതിലൂടെ ഈ എഴുത്തുകാരൻ ഇതിലൂടെ എല്ലാം കടന്നു പോവുക. അതിൽ നിന്ന് എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയായിരിക്കും പുറത്തു വരാൻ പറ്റുന്നത്? ഇച്ചിരി പാടുള്ള പണിയാണ്. അതായത് മല്ലി എന്ന് പറഞ്ഞ കഥാപാത്രം ആവാനായിട്ട് നമുക്ക് ഭയങ്കര പാടാണ്. നമ്മളൊരിക്കലും അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത് നമ്മളൊരു ഒരു മനുഷ്യനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ആ ഒരാളെ കണക്ക് നമ്മൾ ചിലപ്പോൾ പെരുമാറും. ചില ആക്ടേഴ്സ് ചില കഥാപാത്രത്തിൽ നിന്ന് വിട്ടുപോരാൻ തോന്നുന്ന സെയിം കാര്യം തന്നെയാണ് റൈറ്റേഴ്സിനും ഉണ്ടാകുന്നത്. ഞാൻ റാം കെയർ ഓഫ് ആനന്ദി എഴുതി കഴിഞ്ഞിട്ട് കുറേ കാലം ഇത് തന്നെ ആയിരുന്നു മനസ്സിൽ. ഇത് വിട്ടു പോകുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ പുതിയ കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ അനുകരണം വരും. അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ തന്നെ പറയാം ഞങ്ങൾ സംസാരിച്ച് തീർന്നിട്ടില്ല, ഞങ്ങൾ സെക്കൻഡ് പാർട്ട് എഴുതൂ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് മനസ്സിലേക്ക് വരും. ഞാനിങ്ങനെ സ്വന്തമായിട്ടിരുന്ന് പറയും നിങ്ങൾ കഴിഞ്ഞു, നിങ്ങളവിടെ നിന്നോ, ഇനിയിപ്പോൾ എന്തെങ്കിലും കാലത്ത് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ എഴുതാം, തൽക്കാലം നിങ്ങളവിടെ നിൽക്കി, ഞാൻ അടുത്ത വണ്ടിക്ക് പോട്ടെ, ആ വണ്ടി അവിടെ തീർന്നു, ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി, ഇനി അടുത്ത വണ്ടിയിൽ ഞാൻ കയറി അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ എന്ന് ഞാൻ പറയും. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് ഓവർകം ചെയ്യുക, സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യുക. പിന്നെ അതിൻ്റെ അകത്ത് പാട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് 70 വയസ്സിന് മുകളിലുള്ളത്. ഇത് നമ്മൾ ആ ഒരു ഏജിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം മല്ലിയാണെങ്കിൽ ഓക്കെ, ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ആ ഒരു ഏജിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഒറ്റപ്പെടലും ഭയങ്കരമായിട്ട് കഴിഞ്ഞ ദിവസം 3 പ്രായമുള്ള ഒരു വിഷം കഴിച്ച മരിച്ചത് കേരളത്തിൽ ഒറ്റപ്പെടൽ കാരണം. നമ്മളൊരിക്കലും പ്രായമുള്ളവരുടെ ഒറ്റപ്പെടലോ അവരുടെ ഡിപ്രഷനോ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവർ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് കുറവായിരിക്കും, റെയറായിട്ടുള്ള ആൾക്കാരാണ് ഫോൺ ഉപയോഗിക്കുന്നത്. ഇവർ നമ്മുടെ വീട്ടിൽ അപ്പൂപ്പനോ അമ്മൂമ്മ ഉണ്ടെങ്കിൽ ഇവർ രാവിലെ തൊട്ട് ഇങ്ങനെ കട്ടിലിരിക്കുക, പുറത്തേക്ക് നോക്കിയിരിക്കുക, 24 hours അവർ തള്ളി നിൽക്കുന്ന എങ്ങനെയായിരിക്കും. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കൂട്ടുകാരെ കാണാൻ പോവാം, പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാം, ഫോണിൽ റീൽസ് കാണാം. ഇവർക്ക് ടെക്നോളജി ആയിട്ട് സെറ്റ് ആവാത്ത ആൾക്കാരാണെങ്കിൽ ഇവരെന്തായിരിക്കും ആലോചിക്കുന്നത്? നമ്മൾ നോക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കിയിരിപ്പുണ്ട്. നമ്മളെ കാണുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മളും അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ഞാൻ പലപ്പോഴും പല വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ അമ്മൂമ്മമാരോടോ അല്ല അപ്പൂപ്പന്മാരോട് ചോദിക്കും, നിങ്ങൾ എന്തു ഇരുന്നിട്ട് ആലോചിക്കുന്നത്? അപ്പോൾ അവർ പറയും ഞങ്ങളുടെ പണ്ടത്തെ കാര്യങ്ങൾ ഇരുന്നിട്ട് ആലോചിക്കും, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും മരിച്ചുപോയി, ഇനിയിപ്പോൾ അവരൊന്നും കാണാൻ പറ്റത്തില്ല, ഇനി ഞങ്ങളും ആ ഒരു സ്റ്റേജിലേക്ക് എങ്ങനെയാണ് മരണം എന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർ ആ ഒരു ഒന്നും ആലോചിക്കും, ഒരു മനുഷ്യൻ അവരുടെ മരണം കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇന്നോ നാളെയോ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര വലിയൊരു ഡിപ്രഷനാണ്. ആ കാലത്ത് അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർക്കത് പറഞ്ഞു തരാൻ അറിയില്ല. ഞാനിത് പലരും മനസ്സിലാക്കി, ഇവരൊക്കെ ഡിപ്രസ്ഡ് ആണ്, അവർക്കൊന്നുമില്ല, അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. മക്കൾ ജോലിക്ക് പോകുന്നു, പേരക്കുട്ടികളുടെ ഇടയ്ക്ക് ചിലപ്പോൾ ലീവിന് വരുമ്പോൾ സംസാരിക്കുന്നു. ഈ കോട്ടയത്തൊക്കെ പോകുന്ന സമയത്ത് കുറേ വീടുകളുടെ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ 2 കസേര ഇട്ടിട്ട് 2 പേര് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും ഇവരെന്തോ ആയിരിക്കും ഇത്. ചില സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിലൊരു കസേരയായി മാറും, പിന്നെ അവരും ഉണ്ടാകത്തില്ല. അങ്ങനെ പോകുന്ന കുറേ മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അപ്പോൾ അവരെയൊക്കെ ഫോക്കസ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് കൂടുതലായിട്ട് ഈ പ്രായമുള്ള ആൾക്കാരുമായിട്ട് പോയിട്ട് കമ്പനി അടിക്കും. ഞങ്ങളുടെ അവിടെ ആലപ്പുഴയിൽ ബൈപ്പാസിൻ്റെ അവിടെ കുറച്ച് അപ്പൂപ്പന്മാർ വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാനായിരിക്കും. ഞാൻ വൈകുന്നേരം ബൈക്ക് എടുത്ത് അവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് വർത്താനം പറയും, ചായക്ക് പിടിച്ചിരിക്കുമായിരിക്കും. പക്ഷേ നമുക്ക് ഈ ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടാത്ത കുറേ കാര്യങ്ങൾ പൊതുവെ പറയുന്നത്. പക്ഷേ ഇവരുടെ കഥകളൊക്കെ കേൾക്കണം. നമ്മളെ കാട്ടിലൊക്കെ വലിയ കില്ലാടികളായിരുന്നു ചെറിയ പ്രായത്തിൽ. ഇവർ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വലിയ ബുക്കുകളൊക്കെ എഴുതാനും മാത്രമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് എഴുതാൻ പറ്റത്തില്ല, ആ രീതികളിൽ വരെ ഉണ്ട്. ഞാൻ എന്ത് നല്ല മൊമെന്റ്സ് ആണ് ഇവരെ എൻജോയ് ചെയ്തത്. ഒരു കാലഘട്ടത്തിൻ്റെ എൻഡാണ് അവരിലൂടെ. നമ്മളും ഫ്യൂച്ചറിൽ അങ്ങനെ ആവും. എന്നാലും നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റയിൽ ചില സമയം റീൽസ് കാണും, കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ 70 വയസ്സായി, നിങ്ങൾക്ക് എഴുന്നേക്കാൻ വയ്യ, നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കണമെങ്കിൽ വേറൊരാൾ വേണം, അപ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും പറയുന്നത്. ഇതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല, ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല. ഇനി നിങ്ങളൊന്ന് വിചാരിച്ച് നോക്ക്, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏജ് ഇതാണ്, ഇനി അത് എൻജോയ് ചെയ്യുമെന്ന് പറയും. നമ്മൾ ശരിക്കും അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളെ ഒബ്സർവ് ചെയ്യുമ്പോൾ, പറഞ്ഞിട്ടുള്ള പല ഏജിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും, ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും, മാറ്റിയെടുക്കാൻ ഇച്ചിരി പാടാണ്. അതും ഈ പറഞ്ഞ പോലെ മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കം ഉണ്ടാവും. അതും പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സാണ് റൈറ്ററിൻ്റെ. ഇപ്പോൾ ഈ അനസൂയ എന്ന കഥാപാത്രം നോക്കിയാലും നമുക്ക് നോക്കുമ്പോൾ ഒരു ഗ്രേ ഷെയ്ഡ് തോന്നും, പക്ഷെ ആ കഥാപാത്രം കടന്നു പോയിട്ടുള്ള വഴികൾ നോക്കുമ്പം കുറച്ച് നല്ല ടച്ചിങ് ആയിട്ടുള്ളതാണ്. ആ ഒരു ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആ ഒരു റെഫറൻസ് എടുത്തത് എവിടെ നിന്നായിരുന്നു? സത്യത്തിൽ നമ്മളെല്ലാം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉള്ളൊരു ഈ ചെറിയ പിള്ളേരല്ല, അതിൽ കോമൺ ആയിട്ട് നേരിട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബോഡി ഷെയ്മിങ്. ബോഡി ഷെയ്മിങ് മാത്രമല്ല, നമ്മുടെ റേസിസം,
ഇപ്പോൾ ഒരു വെയിലത്ത് പോയി കളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കറുത്ത് കരുമാക്കാന കണക്കെന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പം ഇത് കേട്ട് 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 പണ്ട് തൊട്ട് പിന്നെ ഈ ഒരേ ക്ലാസ്സിൽ ഒരേ 2-3 പേരുകളുള്ള, ഇപ്പം എൻ്റെ ആണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ 3 അഖിലുണ്ടായിരുന്നു. അപ്പോൾ എന്നെ പറയുന്നത് കറുത്ത അഖിലെന്നായിരുന്നു പറയുന്നത്. ബാക്കി 2 പേരും നല്ല ഫെയർ ആണെന്നുള്ള ഒരു ഇതിൽ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഇച്ചിരി പൊക്കമൊക്കെ വെച്ചപ്പോൾ പിന്നെ അത് പൊക്കമുള്ള അഖിലായി മാറി. പിന്നീട് കുറച്ച് തടിയൊക്കെ വെച്ചപ്പോൾ തടിയനായി മാറി. അപ്പോൾ ഇതൊക്കെ പറയുന്ന പിന്നെ നമ്മളും ഇതുമായിട്ട് യൂസ്ഡായി പണ്ട് നമ്മൾ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നതില്ല തടിയ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുകൾ വിളിക്കും. പക്ഷേ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി, അത് ഭയങ്കര അവർ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. ഇവർ തന്നെ എടാ തടിയാന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ അവന് നമ്മൾ ഒരു ചിരിയായിട്ട് പറയുകയാണെങ്കിലും അവന് എൻഡ് ഓഫ് ദി ഡേ അവന് ഉണ്ടാകുന്ന ആ ഒരു ആഘാതമുണ്ട് മനസ്സിൽ. ഞാൻ തടിയനാണ്, ഞാൻ കറുത്തവനാണ്, ഞാൻ ഇന്ന ആളാണ്, എനിക്ക് പരിമിതികളുണ്ട്. ഈ സാധനം അങ്ങ് മനസ്സിലിങ്ങനെ കിടക്കുക. ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമ്മളൊരു വേദിയിൽ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തല ഉയർത്തിയെന്ന് സംസാരിക്കാനായിട്ട് ഈ സാധനങ്ങൾ ബേസിക്കലി നമ്മുടെ മനസ്സിൽ കിട്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഈ കുട്ടികളുടെ മനസ്സ് വെറ്റ് സിമെൻറ്റ് പോലെ എന്ന് പറയും. അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ സിമെൻറ്റ് എവിടെയെങ്കിലും തേച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാലും കൈ പതിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കും അതുള്ളവരെ. ഈ കാര്യം തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വേർഡ് ഇയാൾക്കാണെങ്കിലും പണ്ട് എപ്പോഴെങ്കിലും ഒരു കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള ഒരു മനസ്സിൽ അത് ഇപ്പോഴും ഓർക്കത്തില്ലേ? എപ്പോഴെങ്കിലും കയറി വരത്തില്ല ഒരാൾ ഒരു മോശം പറഞ്ഞതോ ഇല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം. ഈ സാധനം ഒന്ന് ആലോചിക്കും, ഇത്ര വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്തൊരു വേദനയായിരിക്കും, അല്ലെങ്കിൽ എന്തൊരു വലിയ മുറിവായിരിക്കും. ഈ ഒരു സെയിം സാധനം തന്നെയാണ് ബോഡി ഷേമിങ്ങിൽ നമ്മളെ ഈ പറയുന്ന രീതിയിൽ വരുന്നത്. ഒരുപാട് മാറി വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമാതിരിയുള്ള വിളികളൊന്നും ഇല്ല. ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കുട്ടികളാണെങ്കിലും സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്ത് മാന്യമായിട്ടാണ് അവർ പറയുന്നത്. കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ഒരു കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ ജാതി വെച്ചിട്ടോ വേറെ എന്തെങ്കിലും വെച്ചിട്ടോ കുട്ടികളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതില്ല. അപ്പോൾ എനിക്ക് ഫ്യൂച്ചറിൽ വരുന്ന കുട്ടികളിൽ വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ നമ്മുടെ കടന്നു പോയിട്ടുള്ള മനുഷ്യർ, നമ്മൾ ഇനിയും ഇവിടെ ഈ ഭൂമിയിൽ ഒരു 50-60 വർഷം ഇനിയും ജീവിക്കാനുണ്ട്. ഈ ഇപ്പോൾ കഴിഞ്ഞു വന്ന ഒരു തലമുറ ഇവരനുഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇനിയും അങ്ങോട്ട് പോകും. പക്ഷേ ഈ പ്രശ്നം എന്താണെന്നറിയാമോ, ഇവർ വരുന്ന തലമുറയ്ക്ക് കൂടെ ഇത് കുറേ ആൾക്കാർ പകർന്നു കൊടുക്കും. പകർന്നു കൊടുക്കാതിരിക്കാനുള്ള ഒരു മെസ്സേജാണ് രാത്രി 12 ശേഷത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് ഈ പറഞ്ഞിട്ടുള്ള കഥാപാത്രം കടന്നു വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ. പിന്നെ ഒരാൾക്കിപ്പം പരിമിതികളുണ്ടെന്ന് വെച്ച് ഇപ്പം ഞാൻ ഇങ്ങനെ ജനിച്ചു, ഞാൻ ഈ ഒരു ഷേപ്പ്, എൻ്റെ തീരുമാനം അല്ലല്ലോ ഇത്. ഞാൻ കറുത്തോ ഞാൻ വെളുത്തോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും തടിയുണ്ടോ അല്ലെങ്കിൽ എനിക്കൊരു കയ്യോ കാലോ ഇല്ലോ, എനിക്ക് പരിമിതികളുണ്ടോ, ഇതൊന്നും എൻ്റെ തീരുമാനമല്ല. ഇത് ഭ്രൂണമായിരിക്കുന്ന സമയത്ത് അത് ഓൾറെഡി അങ്ങനെ വരുന്നൊരു ഇതാണ്. ഹോർമോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനം എന്ന് പറയാം. പക്ഷേ ഇത് നമ്മൾ പുറത്ത് വന്നു കഴിയുമ്പോൾ സൊസൈറ്റി ഫുള്ളും ചേർന്നിട്ട് ഇതിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കത് മാറ്റാൻ പറ്റുമോ? എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചിലപ്പോൾ നിറം മാറ്റാൻ പറ്റുമായിരിക്കും. പരിമിതികൾ എത്രയെന്നും പറഞ്ഞ് മാറ്റാൻ പറ്റും. ഒരു സാധാരണക്കാരന് മാറ്റാനായിട്ട് പാടായിരിക്കും. ട്രീറ്റ്മെൻറ്റ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അയാൾ ലൈഫ് ലോങ് ആ ശരീരം വെച്ച് ജീവിക്കേണ്ട ആളാണ്. എല്ലാവരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. ഈ പറഞ്ഞിട്ടുള്ള ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഈ ലോകത്ത് നിന്ന് തന്നെ മാറ്റേണ്ട ഒരു സാധനമാണ്. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തതാണ് രാത്രി. ത്രില്ലറാണ്, എന്നാൽ ഈ പറഞ്ഞൊരു മെസ്സേജ് കൂടെ കൺവേ ചെയ്തു. അതിൻ്റെ ഒരു കഥാപാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള അനസൂയ. അടുത്തതും ഇതുപോലെ ഈ ഹ്യൂമൻ ഇമോഷനായിട്ട് ടച്ച് ചെയ്യുന്ന എലിമെന്റ്സ് ഉണ്ടാകും അടുത്തതിലും? എന്തായാലും ഉണ്ടാവും. കാരണം ഇതെല്ലാം റാം കെയർ ഓഫ് ആനന്ദി ആണെങ്കിലും രാത്രി 12 ശേഷമാണെങ്കിലും ഇപ്പം ബാക്കി 2 ബുക്കുകളൊന്ന് ഹൊറർ, ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള മെർക്കുറി ഐലൻഡ്. ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള സോഷ്യൽ മെസ്സേജ് അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ചെറുത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ 2 പുസ്തകങ്ങളിലേക്ക് വന്നപ്പോൾ എൻ്റെ ഏജിലുണ്ടായ മാറ്റം, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമുക്കൊരു മെച്യൂരിറ്റി വരുന്ന പക്വത ഒരു സാധനം വരുമല്ലോ, നമുക്ക് എക്സ്പീരിയൻസിൽ നിന്നാണ് അത് വരുന്നത്. വേറെ ആൾ പറഞ്ഞു നിന്നിട്ട് എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ മാറ്റിയെടുക്കും. അപ്പം ഇനി വരുന്ന പുസ്തകങ്ങളിലും ഞാൻ അനുഭവിച്ച എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും കയറ്റും അതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു സാധനം, ഇപ്പോൾ ബോഡി ഷേമിങ്ങിനെ മാത്രം ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ അത് വായിക്കണമെന്നില്ല. ഇതെന്തോ ബോഡി ഷേമിങ്ങിനെ പറ്റിയിട്ട് കുറേ ക്ലാസ് എടുക്കുന്നതെന്ന് പറയും. ഒരു ത്രില്ലറിൻ്റെ അകത്ത് അത് വരുമ്പോഴേക്കും ആൾക്കാർക്ക് അതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെ കിട്ടുകയാണ് പ്ലസ്. അതുപോലെ ഈ പറഞ്ഞ ഫ്യൂച്ചറിൽ വരുന്ന ബുക്കുകളിലും ഞാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ അങ്ങനെ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ പരമാവധി അത് ശ്രമിക്കും. ഈ എഴുത്തിനിടയ്ക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാകുമല്ലേ? പല കാരണങ്ങളും ഉണ്ടാകാം. ഈ റൈറ്റേഴ്സ് ബ്ലോക്കിനെ നേരിടുന്നത് എങ്ങനെയാണ്? ഈ റൈറ്റേഴ്സ് ബ്ലോക്കിനെ ഞാൻ ആലോചിക്കും, ഈ കഥ വന്ന റൂട്ട് ശരിയാണോ അല്ലയോ എന്ന് നോക്കും. എഴുതി ഒരിടത്ത് ബ്ലോക്ക് വരുമ്പോഴേക്കും അതിന് മുന്നിൽ എഴുതിയ ചാപ്റ്റർ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്ത് നോക്കും, അല്ലെ അതിന് മുന്നത്തെ ചാപ്റ്റർ റീറൈറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ബ്രാഞ്ചസ് കണക്ക് ഇങ്ങനെ പോകുന്നതാണല്ലോ കഥ. അപ്പോൾ അത് മാറ്റിയിട്ട് അടുത്ത റെഡി ആകുന്നില്ല, എനിക്ക് മനസ്സിലായി അത് ബ്ലോക്ക് ആയിരുന്നു. അപ്പം ഞാൻ നേരെ ബാഗ് എടുത്തിട്ട് എനിക്ക് സ്ഥിരം പോകുന്ന ഒരു സ്ഥലമുണ്ട്, മൂകാംബിക, മുരുടേശ്വരം, ഉടുപ്പി, ആ റൂട്ട് സ്ഥിരം പോയി എനിക്ക് സ്ഥിരം താമസിക്കുന്ന ലോഡ്ജുകൾ, ചെറിയ ലോഡ്ജാണ്,
650 രൂപ ഒക്കെയാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ പോയിട്ട്. അപ്പോൾ അവിടെ സ്ഥിരം താമസിക്കുന്ന ലോഡ്ജുകൾ, കഴിഞ്ഞ ദിവസം കൂട്ടുകാരും വന്നു കൂടെ. അപ്പൊ എനിക്ക് പറയണ ഈ 4 കോല് നിൽക്കുന്നതാണോ നിന്റെ ലോഡ്ജ്, ഇത് ചരിഞ്ഞു വീണ് ഞാൻ തീർന്നില്ല. ഞാൻ പറയടാ എനിക്ക് ഭയങ്കര പഴക്കമുള്ളൊരു ലോഡ്ജാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ വന്ന് താമസിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സമാധാനമാണ്, നമ്മുടെ കംഫർട്ടായിട്ടുള്ളൊരു സ്പേസ് കണക്ക് തോന്നും. ഇത് കണക്ക് മൂകാംബിയെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ഇവിടെ കയറും, മലയിൽ കയറും. അവിടെ പോയിട്ട് കുടജാദ്രിയിൽ കയറിയിട്ട് അപ്പോൾ വരുമ്പോഴേക്കും ഒന്ന് റീഫ്രഷ് ആവും. ഇല്ലെങ്കിൽ നേരെ മുരുടേശ്വരം പോകും. മുരുടേശ്വരം പോയിട്ട് അവിടെ പോയി കടപ്പുറത്ത് പോയി കുറച്ച് നേരം ഇരിക്കും, അവിടെ എല്ലാം കറങ്ങി നടക്കും. പിന്നെ ഏതെങ്കിലും ബസ്സിൽ കയറിയിട്ട് ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടെ ഒരു ഹോട്ടൽ നോക്കും. നമുക്ക് നിസാര പൈസക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ, നമ്മുടെ പല ഇമോഷൻസ് അല്ലെങ്കിൽ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അവിടേക്കാണെന്ന് ഒരു 10-50 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത ജില്ലയിലേക്ക് എത്തും. അങ്ങനെ പോയി പല സ്ഥലങ്ങളിലെത്തി വന്ന് ഏകദേശം സെറ്റാകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സാധനം ചിലപ്പോൾ മാറും. എന്നിട്ടും മാറിയില്ലെങ്കിൽ കൂട്ടുകാരുണ്ട്, കൂട്ടുകാരുമായിട്ട് വൈകുന്നേരം ആലപ്പുഴ ബീച്ചിൽ പോയിരിക്കും, അവരുമായിട്ട് വർത്താനം പറയും. അതും അല്ലെങ്കിൽ എന്തെങ്കിലും പോയി പ്രശ്നങ്ങളിൽ പോയി ചാടും. അത് കഴിയുമ്പോഴേക്കും കൂട്ടുകാർ വള്ളി പിടിക്കാനോ പ്രശ്നങ്ങളിൽ പോയി ചാടുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീടിൻ്റെ അവിടെ തന്നെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതവും പ്രശ്നങ്ങളും തമ്മിൽ നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ ഈ ലാസ്റ്റ് ട്രെയിൻ ജേർണിയിലാണെങ്കിലും പോയപ്പോഴാണെങ്കിലും ഒരു കാര്യമില്ലാതെ ഒന്ന് ഇങ്ങനെ ജനറൽ കമ്പാർട്ട്മെൻറ്റ്, അതും കൂടെ പറയണമല്ലോ, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിങ്ങുന്ന പറഞ്ഞ ആൾക്കാരാണ്. അപ്പം ഞാൻ എൻ്റെ ബാഗ് വെച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം ഒരു പുള്ളി അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ നടന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇച്ചിരി ഒതുങ്ങിയിരിക്കുക. പുള്ളി ഇച്ചിരി കാല് മാറ്റി വെച്ചു. ഞാൻ അങ്ങോട്ട് നടന്നപ്പോൾ കാലിലൊന്ന് തട്ടി. അതിനെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അപ്പം ഞാനപ്പം ഇങ്ങനെ ചുറ്റിയുള്ളവരെ എന്നെ അറിയുമോ, എനിക്ക് ഇയാൾ പറയാം നിന്നെ അടിക്കും, നിന്നെ മോന്തൊക്കെ ഞാൻ കുത്തും, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാനും പ്രതികരിച്ച് വലിയ വഴക്കായി. അപ്പോൾ ഒരാൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഒരു പുള്ളി ഇങ്ങനെ പറയുക, എൻ്റെ പൊന്നു ചേട്ടന്മാരെ എൻ്റെ വീട് ജപ്തി ചെയ്യുന്നില്ല, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, അപ്പോഴാണ് നിങ്ങൾ ഈ മുട്ടേനും തട്ടേനും കിടന്ന് വഴക്കിട്ടത്, ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയില്ല, പുള്ളി എന്നെ ഇങ്ങനെ ചുമ്മാ പ്രവോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, ഈ സെയിം കാര്യം ചുമ്മാ നടന്നു പോവാണ്, ഈ കാര്യം എന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന് അറ്റാച്ച് ചെയ്തിട്ടിരിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും നീ വീട്ടിൽ തന്നെ ഇരുന്നോ, ഓർത്തിറങ്ങണ്ട. പിന്നെ പണ്ട് ഈ ചെന്നൈ പഠിക്കുന്ന സമയത്ത് ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് പോവുകയും വരികയും ചെയ്യുന്നത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് ചിലപ്പോൾ വെള്ളം അടിക്കും, സിഗരറ്റ് വലിക്കും. എനിക്ക് സിഗരറ്റിൻ്റെ പുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഫാനിലോട്ട് ഇവരിരുന്ന് വലിച്ചു കഴിഞ്ഞാൽ ഫാനിൽ പോയിട്ട് ഞാൻ ചിലപ്പോൾ മേളിലൊക്കെ ആയിരിക്കും കയറിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇതാവും. കുറേ കഴിയുമ്പോൾ പ്രതികരിക്കും. ഈ സമയമാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളു വരെയൊക്കെ ആവും. പിന്നെ പോലീസിനെ വിളിക്കും. പിന്നെ അതങ്ങനെ പത്രത്തിൽ വരെ വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാം, വേറെ ഒന്നുമല്ല. രാത്രി 2 മണിയായപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അകത്ത് ഒച്ചത്തി പാട്ടും വെച്ച് സിഗരറ്റും വലിച്ച് കള്ളം കുടിച്ചിരിക്കുക ഒരു 10-12 പേര്. അതാണെങ്കിൽ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഇപ്പറേ പോസ്റ്റലിൻ്റെ ഒരു ക്ലോസിങ് ആണ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയ ആണ്. അപ്പം ഞാൻ ആലോചിച്ചത്, ഞാനിത് പ്രതികരിച്ചപ്പോൾ അവർ ഭയങ്കരമായിട്ട് മോശമായിട്ട് തിരിച്ചു പറയുക. ആ ഏരിയ ഫുൾ അവരുടെ ഒരു ആൾക്കാരാണ്. അവിടെ സെയിം ഒരു പെൺകുട്ടിയോ വല്ലതാണ് കയറി പറ്റിയിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും, ഞാൻ റെയിൽവേയിൽ വിളിച്ചു പോലീസിൽ, കാട്ട്പാടി സ്റ്റേഷനിലോട്ടാണ് കണക്ട് ആയത്. പക്ഷെ അവർ പ്രശ്നം പറഞ്ഞപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ ഈ കുറേ തവണ ഞാൻ വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. എൻ്റെ ഫോണിൽ ചാർജ് ഓഫ് പോകാറായി. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ ഈ ബ്ലൂടൂത്ത് ഇത് എടുത്തിട്ട് ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്, അത്രയ്ക്ക് സൗണ്ട്. എനിക്ക് പിറ്റേ ദിവസം ആലപ്പുഴയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിനുവേണ്ടി പോവുകയാണ് ഞാൻ, രാത്രിയാണ്. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോകണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഇട്ടു. ഇത് സംഭവം കയറി അങ്ങ് വൈറലായി. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ പത്രത്തിലൊക്കെ ഇതിലൊക്കെ വന്നു, ഓൺലൈനിലൊക്കെ വന്നു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഞാൻ വീട്ടിൽ വരുന്നത്. ആലപ്പുഴ എത്തുന്നതിന് മുന്നേ ഇത് സംഭവം സോഷ്യൽ മീഡിയയിലൊക്കെ ആയി. ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്തൊക്കെ പ്രശ്നങ്ങളെ ഉണ്ടായി. ഞാൻ പറയടാ ഇങ്ങനെ ട്രെയിനിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ. അപ്പം പറയടാ അങ്ങനെയാണ്, സൊസൈറ്റി ആകുമ്പോൾ അങ്ങനെയാണ്, പലതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരണം. ഞാൻ പറയടാ എനിക്കത് പറ്റുന്നില്ല, എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പറഞ്ഞെങ്കിൽ നീ AC കമ്പാർട്ട്മെൻറ്റിൽ പോകും. ഞാൻ പറയടാ ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്ത് വന്നതാണ്, എനിക്ക് ടിക്കറ്റ് കിട്ടണ്ടേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ കുറേ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പറഞ്ഞ കണക്ക് വള്ളി പിടിക്കുക, പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് വരികയാണെങ്കിൽ ഇതൊന്നും വർക്കൗട്ട് ആയില്ലെങ്കിൽ ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് എടുത്ത് പോയാൽ മതി, ഇങ്ങോട്ട് വന്നോളും പ്രശ്നം. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അത് അവിടെ തന്നെ വിടുക, എപ്പോഴെങ്കിലും ഒന്ന് റെഡിയാവും, അപ്പോഴേക്കും എഴുതുക. അങ്ങനെ ഞാൻ 2 വർഷം വരെയൊക്കെ അങ്ങനെ എഴുതാതിരുന്നിട്ടുണ്ട്, ബ്ലോക്ക് വന്നിട്ട്. അത് ഒരുപാട് ട്രൈ ചെയ്ത് അങ്ങനെ ആയി. പിന്നെ ലാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മീൻസ് ഡിപ്രഷനാണ്, ഇത് ഉറക്കമൊക്കെ ഇല്ലാതായി, അങ്ങനെയൊക്കെ അതിനൊക്കെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്.
പക്ഷേ കൊള്ളാം, അതൊരു പീരീഡാണ് നമ്മുടെ ലൈഫിൽ, നമ്മൾ ഇതും ഉണ്ട്, ഉൾപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു പീരീഡാണ്. ഈ മുൻപൊക്കെ എഴുത്തുകാരുടെ ഇങ്ങനെ പറയായിരുന്നല്ലോ, എഴുതാനിരിക്കുന്ന ടേബിൾ അല്ലെങ്കിൽ എഴുത്ത് ടേബിളിൻ്റെ അടുത്തൊരു ജനാല, അവിടെ നോക്കുമ്പോൾ എസ്തെറ്റിക് ലുക്ക്, അതൊക്കെ ആവശ്യമുള്ള ആളാണോ? ഇല്ല, എൻ്റെ എഴുത്തെന്ന് പറയുന്നത് നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ എഴുതുന്ന സമയമൊക്കെ എന്ന് പറയുന്നത്, ചേട്ടൻ ഒരു സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്താണ് ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമേ ബുക്കിലൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ ഈ സമയം 2 മുറിയേ ഉള്ളൂ. ഒരു മുറിയിൽ ടി വിയും കാര്യങ്ങളും കട്ടിലും എല്ലാം ആണ്, വേറൊരു മുറിയിൽ ഞാനും ചേട്ടനും ഒക്കെ കിടക്കുകയാണ്. അപ്പോൾ ഈ ടി വി വൈകുന്നേരം ആകുമ്പോൾ സീരിയൽ ഒച്ചത്തിൽ വെക്കും. അപ്പോൾ ഈ സമയത്താണ് ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് പഠിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് എഴുതാതിരിക്കുന്നത്. ടൈപ്പ് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ ഇവിടെ നല്ല പഞ്ച് ഡയലോഗ് ആയിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അയ്യോ ഇതെന്താണ് നമ്മളിങ്ങനെ ചിലപ്പോൾ നോക്കും, തിരിഞ്ഞ് നോക്കും, ടി വി കാണാൻ പറ്റും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ എന്തെടുത്ത്, ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ട് ഹെഡ്സെറ്റിൽ നല്ല ഡപ്പാങ്കുത്ത് പാട്, നല്ല തമിഴ് പാട്ട് നല്ല സൗണ്ടിൽ വെച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് എഴുതും. അപ്പം ഭയങ്കര ഫോക്കസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. പക്ഷേ അതിനേക്കാളും ബെറ്ററാണ് ഇതെന്ന് എനിക്ക് തോന്നും. സീരിയലിനെ കുറ്റം പറയുകയല്ല, പക്ഷെ നമ്മുടെ മൈൻഡ് സീരിയലിലെ ചില ഡയലോഗുകളൊക്കെ ചിലപ്പം തല്ലുമ്പകളൊക്കെ ആയിരിക്കും, ചിലപ്പം എന്തെങ്കിലും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അത് ഈവൻ സിനിമയാണെങ്കിലും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യാതിരിക്കാണ്ട് എനിക്ക് പാട്ട്, ഈ സാധനം ആണ് ഞാൻ ഇത് ചെയ്തത്. ഇപ്പോഴും എന്താണെന്നറിയില്ല, അന്ന് ശീലിച്ചുകൊണ്ടായിരിക്കും ഇപ്പം എനിക്കൊരു മുറി എഴുതാനും ഇതെല്ലാം ഉണ്ട് വീട് വെച്ചിട്ട്. പക്ഷേ എനിക്കിപ്പോഴും പാട്ട് വേണം. ഞാനപ്പോൾ പഴയ തമിഴ് ഡപ്പാങ്കുത്ത് ഹിന്ദിയിലാണെങ്കിലും നല്ല എനിക്ക് പാട്ടുകൾ, എൻ്റെ മ്യൂസിക് സെൻസ് കേൾക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയും എന്തൊരു വൃത്തികെട്ട പ്ലേലിസ്റ്റ്. എൻ്റെ ഫോൺ എടുത്താൽ തന്നെ പ്ലേലിസ്റ്റ് കാണുമ്പോൾ ആലോചിക്കും, ഒരു പരസ്പര ബന്ധമില്ലാത്ത പ്ലേലിസ്റ്റ് ആയിരിക്കും. തമിഴ് കഴിഞ്ഞാൽ തെലുങ്ക് പാട്ടിൻ്റെ ഭയങ്കര ഇതാണ്. തെലുങ്കിൽ നല്ല ഡപ്പാങ്കുത്ത് പാട്ടുകളൊക്കെ ഉണ്ട്, എല്ലാ അടിപ്പാട്ടുകളാണ്. അപ്പം നമ്മൾ ടൂർ പോകുമ്പോൾ കാറിൽ എൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നോന്ന് പറയും. ഞാൻ പറയടാ എന്തൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത്, എനിക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ പറയടാ ഇതൊക്കെ പാട്ടാണ്, ഇത് മെലഡി സോങ്സ്. ഞാൻ പറയടാ എനിക്ക് ഇതൊക്കെ വേണം. അപ്പം ഞാൻ എഴുതുമ്പോഴും ഇതുമെല്ലാം ഇത്തിരി അടിച്ചുപൊളി പാട്ടാണ്. അപ്പോൾ ഈ ശാന്തമായി ഒഴുകുന്ന പുഴയുടെ തീരത്തൊന്നും എഴുതിയാൽ എനിക്ക് എഴുത്ത് വരത്തില്ല. എനിക്ക് കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അപ്പോൾ ഒരു നോവൽ എഴുതി തീർക്കാൻ ഏകദേശം എത്ര സമയം വരെ എടുക്കാറുണ്ട്? അതൊരു ഫിക്സ്ഡ് ടൈം അല്ല. റാം കെയർ ഓഫ് ആനന്ദി എഴുതാനായിട്ട് ഒരു 2 വർഷം മാക്സിമം. ഓജോപ്പട 1.5 വർഷം. നേരെ മറിച്ച് മെർക്കുറിയലിൻ്റെ 8 വർഷം. എനിക്ക് 17 വയസ്സുള്ളപ്പോൾ +2 വെക്കേഷൻ തുടങ്ങിയതാണ്. അത് ഞാനൊരു നിലയിലേക്ക് ആയപ്പോൾ, ഒരു ഏജ്, ടീനേജും താണ്ടി ഒരു ഏജിലേക്ക് ആയപ്പോഴാണ് അത് പബ്ലിഷായതല്ല, എഴുത്ത് കഴിഞ്ഞത്. പിന്നെ രാത്രി 12 ശേഷം ഇതുപോലെ തന്നെ ഒരു 1-2 വർഷം എടുത്തു. 1-2 വർഷമല്ല, ഇത് റീറൈറ്റ് ചെയ്ത് എഴുതി തന്നെ ഒരു 3 വർഷത്തിന് മേലെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ നോവൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എനിക്ക് ചില ആൾക്കാർ ഉപദേശിക്കും, അവിടെ വർഷത്തിലൊരു ബുക്ക് വെച്ചിട്ടെങ്കിലും ഇറക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 10-12 വർഷമായിട്ട് റൈറ്റിംഗ് ഫീൽഡിലുണ്ട്. 4 ബുക്കേ പുറത്ത് വന്നിട്ടുള്ളൂ. ഇത്രയും വർഷത്തിനിടയ്ക്ക് പല റൈറ്റേഴ്സിനും കാണിച്ചിട്ട് പറയാം അവരുടെ ബുക്ക് കണ്ടോ 15 ബുക്ക് വന്നിട്ടുണ്ട്, 20 ബുക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറയാം എനിക്ക് നമ്പേഴ്സ് അല്ല, അതിൽ ഒരെണ്ണം ആൾക്കാരത് എടുത്ത് വാങ്ങണം, അതേ ഉള്ളൂ. അതിപ്പോൾ ടൈം അത് ഡിപ്പെൻഡ് ചെയ്തല്ല. ചിലപ്പോൾ 2 വർഷം, അതിനിടയ്ക്ക് ചിലപ്പോൾ മരിച്ചു പോകുമായിരിക്കും, അറിയില്ല. അത് ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യട്ടെ, അല്ലെങ്കിൽ റീറൈറ്റ് ആരെങ്കിലും ബാക്കി എഴുതി പബ്ലിഷ് ചെയ്യട്ടെ. പക്ഷേ ടൈം ഒരു പ്രോസസ്സാണ്. പിന്നെ നമ്മൾ ബുക്സിന് എപ്പോഴും ഒരു സ്പേസ് കൊടുക്കണം. ഇപ്പോൾ രാത്രി 12 ശേഷം ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആവുന്നു. അപ്പോൾ അതിന് ആൾക്കാരിലേക്ക് എത്താനും ആൾക്കാർ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഏകദേശമായി. നേരെ മറിച്ച് ഞാനിപ്പോൾ 1 മാസം ഒരു ബുക്ക് എഴുതി, അടുത്ത മാസം അടുത്ത ബുക്ക് എഴുതി, അതിൻ്റെ അടുത്ത മാസം 3 ബുക്ക് എഴുതി. അപ്പോൾ ഈ നമ്പർ കൂട്ടുന്നു. പക്ഷേ ഈ ബുക്കുകൾ ആൾക്കാരിലേക്ക് എത്തണ്ടേ, ഇത് ആരാണ് വായിക്കുന്നത്? ഒരാൾ ചെന്നിട്ട് അഖിൽ പി ധർമ്മേൻ്റെ പുതിയ ബുക്ക് എന്ന് പറയുമ്പോൾ ഈ 3 കൂടെ എടുക്കും. അപ്പോൾ ഇയാളെന്താ ഇങ്ങനെ എഴുതുന്നതെന്ന് സ്വാഭാവികമായിട്ടും വിചാരിക്കും. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരിക്കണം. ആ ഒരു ബുക്ക് നല്ല അടിപൊളി, 1 മാസത്തിനുള്ളിൽ അയാൾക്ക് അടുത്ത പെർഫെക്റ്റ് ഒരു വർക്ക് കൊടുക്കാൻ പറ്റുന്ന, അങ്ങനെയാണെങ്കിൽ ഒരു അത്ഭുതമായിരിക്കും. എന്നിൽ ആ ഒരു അത്ഭുതം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൈം എടുക്കും. അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ഇല്ല. ഈ പറഞ്ഞ കണക്ക് 1.5 വർഷം, 2 വർഷം, 8 വർഷമൊക്കെ എടുക്കും. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് മെർക്കുറി ഐലൻഡ് ആണ്. കാരണം എൻ്റെ ലൈഫിലെ കുറേ സ്ട്രഗിൾസ് കടന്നുപോയ പീരീഡിലെല്ലാം ഞാൻ ചേർത്ത് പിടിച്ചൊരു നോവലാണത്. അതുമല്ലാതെ അതൊരു ഭയങ്കര അഡ്വഞ്ചർ ഫാൻറ്റസിയാണ്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ ബാക്കിയുള്ള ഒരു നോവലും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകതയോടുണ്ട്. അതായത് ഫേവറേറ്റ് അതായിരിക്കും അവരുടേത്. ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ ഫേവറേറ്റ് അതായിരിക്കും. എൻ്റെ ഫേവറേറ്റ് മെർക്കുറി ഐലൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിനെ പറ്റി ചോദിച്ചാൽ ഇങ്ങനെയാണ് പറയാനുള്ളത്. ഈ എഴുത്ത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു നോവൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന് പബ്ലിഷേഴ്സിനെ കിട്ടാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഇപ്പം സത്യത്തിൽ അതൊരു കുറവാണ്.
ഞാൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പബ്ലിഷിംഗ് കമ്പനികൾ ഈ ഒരു ടോപ്പിൽ നിൽക്കുന്ന ഉണ്ട്, ചെറുതൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞിട്ടുള്ള മെയിൻ പബ്ലിഷിംഗ് കമ്പനികളാണ്. അവർ ചിലപ്പോൾ എടുക്കാം, ചിലപ്പോൾ എടുക്കാതിരിക്കാം. നമുക്ക് പിന്നീട് ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും. ഇപ്പം ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള പബ്ലിഷിംഗ് കമ്പനികളുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഈ പബ്ലിഷിംഗ് കമ്പനികൾ പൈസ കൊടുത്ത് നമുക്ക് സെൽഫ് പബ്ലിഷ് ചെയ്യാം. 300 കോപ്പി 350 കോപ്പി പബ്ലിഷ് ചെയ്തിട്ട് അവർ നോക്കും ഈ ബുക്ക് എങ്ങനെ പോകുന്നുണ്ട്, മൂവ്മെൻ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറച്ച് പൈസ സംഘടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്ത സമയത്തെന്ന് പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് പബ്ലിഷിംഗ് കമ്പനി തുടങ്ങേണ്ടി വന്നു. ഈ പറഞ്ഞ പബ്ലിഷിംഗ് കമ്പനികൾ റിജക്ട് ചെയ്തപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ ഞാൻ കഥാ പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇപ്പം അത് DC ബുക്സ് ആണ് ആ ബുക്കുകളും ചെയ്യുന്നത്. 2 ബുക്കുകളും ആദ്യത്തെ 2 ബുക്കുകളും DC ബുക്സാണ് ചെയ്യുന്നത്. ഈവൻ അത് റിജക്ട് ചെയ്ത കമ്പനി തന്നെയാണ് DC ബുക്സ്. നേരെ മറിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. 3ാമത്തെ ബുക്കായപ്പോഴേക്കും സ്റ്റോറി ടെല്ലിംഗ് മെത്തഡ് അല്ലെങ്കിൽ സിനിമാറ്റിക് നോവൽ എന്ന് പറഞ്ഞ സാധനം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയതുകൊണ്ട് എൻ്റെ ആദ്യത്തെ 2 ബുക്കുകളും അവരെടുത്തു. 3ാമത്തെ ബുക്കും 4ാമത്തെ ബുക്കും ഒക്കെ അവർ തന്നെ ചെയ്യുന്നത്. അവർ മാത്രമല്ല, ഇപ്പോൾ വേറെ പബ്ലിഷിംഗ് കമ്പനികൾ ബുക്കുകൾ ചോദിക്കുന്നുണ്ട്. ഈ ഒരു നിലയിലേക്ക് ഒരു പുതിയ എഴുത്തുകാരൻ എത്തണമെങ്കിൽ ഈ പറഞ്ഞ പണ്ട് ഇച്ചിരി പ്രശ്നമായിരുന്നു, പക്ഷെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് അവരുടെ ഒരു ധൈര്യമാണ്. മുന്നോട്ട് തന്നെ പോവുക. നിങ്ങൾ റൈറ്റിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആദ്യം ഒരു സാധനം ഉണ്ടാക്കി വെക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ വന്നോളൂ എന്നാണ് ഇപ്പോൾ ഉള്ള ഒരു കറണ്ട് സിറ്റുവേഷനിൽ പറയാനുള്ളത്. ഈ നോവലിസ്റ്റിൽ നിന്ന് അവിടുന്ന് സിനിമ, ഒരു കോറൈറ്റർ ജൂഡ് ആൻ്റണിയുടെ കൂടെ സിനിമയിലേക്കും ഭാഗമായത് അതെങ്ങനെയായിരുന്നു? ജൂഡേട്ടൻ എൻ്റെ ആദ്യത്തെ ബുക്ക് തൊട്ട് തന്നെ വായിക്കുന്ന ആളാണ്. ജൂഡേട്ടന് സത്യത്തിൽ കുറേ ഞാൻ മെസ്സേജ് ശല്യം ചെയ്തിട്ടുണ്ട്, ചേട്ടാ എനിക്കൊരു അവസരം തരുമോ, എനിക്ക് കഥ പറയാൻ ഒരു അവസരം തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജൂഡേട്ടൻ അതിനൊന്ന് ഇത്രയും മെസ്സേജ് വരുന്ന ഒരാളല്ലേ, ഞാനപ്പോൾ അന്ന് ആലോചിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ എൻ്റെ മെസ്സേജിനൊന്ന് റിപ്ലൈ ചെയ്തുകൂടെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ബുക്ക് പബ്ലിഷ് ചെയ്ത് ഞാൻ കൊണ്ടുനടന്ന് വിൽക്കുന്ന സമയത്ത് ഇപ്പോൾ വനിതയിലൊരു ആർട്ടിക്കിൾ വന്നു, ഇങ്ങനെ ഒരാൾ ബുക്ക് കൊണ്ടുനടന്നിട്ട് വിൽക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ജൂഡേട്ടൻ അത് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അത് ഇത്രയും മെസ്സേജുകൾ മെയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം അത് കണ്ടില്ല. ആദ്യമായിട്ട് എൻ്റെ പ്രൊഫൈൽ സെർച്ച് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യുന്നത് നിൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ സെക്കൻഡിൽ തന്നെ പുള്ളി വിളിച്ചിട്ട് സംസാരിച്ചു, എനിക്ക് ബുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി എറണാകുളത്ത് ബുക്കൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുനടന്ന് വിൽക്കുന്ന സമയമാണ്. ഞാൻ ചേട്ടാ എവിടെയാണ്? അപ്പോൾ പറഞ്ഞാൽ ആലുവ. ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ അവിടെ വരുന്നുണ്ട് ബുക്ക് വിൽക്കാനായിട്ട്, കൊണ്ടുതരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടു. പക്ഷേ അന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു. അദ്ദേഹം എന്നെ പിക്ക് ചെയ്യാനായിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നു. ഞാൻ ആ സമയത്ത് എന്തോ സമയക്കേടാന്ന് തോന്നുന്നു, ഞാൻ ട്രെയിൻ ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് ഫ്രഷ് ആവാമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറിയതാണ്. പിന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ അവിടുത്തെ ട്രെയിൻ സ്ലോ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ട്രെയിൻ പോയി. പിന്നുള്ളത് തൃശ്ശൂരാണ് സ്റ്റോപ്പ്. ജൂഡേട്ടൻ അപ്പോൾ ചോദിച്ചു, ചേട്ടാ എവിടെയാണ്? ഞാൻ വാതിൽക്ക് നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു പ്രശ്നമുണ്ട്, ട്രെയിൻ പോയി, ഞാൻ തൃശ്ശൂർ ഇറങ്ങണ. പുള്ളി ഒന്നും മിണ്ടിയില്ല. പുള്ളി എന്നിട്ട് അടുത്ത ട്രെയിൻ ഏതാണെന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ തൃശ്ശൂർ പോയി ഇറങ്ങി. അടുത്ത ട്രെയിൻ കുറേ അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. ഞാൻ അതിന് കയറി തിരിച്ചു വരുന്നവരെ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ആദ്യമേ ചോദിച്ചത്, നീ ഒരു കിളിപ്പോയവനാണെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായി. കാരണം ഒരു ഡയറക്ടർ നമ്മൾ ഇത്രയും എന്താ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ച ആൾ ഫസ്റ്റ് മൊമെൻ്റ് തന്നെ ഫുള്ള് ഫ്ലോപ്പായി. ഞാൻ ചേട്ടാ എനിക്ക് ഇച്ചിരി നാരങ്ങ വെള്ളം മേടിച്ച് തരുമോ? പുള്ളി പറഞ്ഞ് വാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി ഫ്രഷ് ലൈവും കട്ട്ലറ്റും മേടിച്ച് തന്ന്. പിന്നെ ഞങ്ങളിരുന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചു. അന്ന് തൊട്ട് തുടങ്ങിയ ഒരു സൗഹൃദം പിന്നീട് ഒരു സഹോദര ബന്ധത്തിലേക്ക് മാറി. എൻ്റെ 2ാമത്തെ നോവൽ പുള്ളി വായിച്ചിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, മെർക്കുറി ഐലൻഡ്. പുള്ളി എനിക്ക് ചോദിച്ചത്, നീ തന്നെ ആണോ ഇതൊക്കെ എഴുതി വെക്കുന്നതെന്ന് ചോദിച്ചു. ചേട്ടാ കൊള്ളാവോ? എടാ എനിക്ക് ഇഷ്ടപ്പെട്ടു, വർക്കായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളീനെ ഒരിക്കലും പിന്നെ ശല്യം ചെയ്യാൻ പോയിട്ടില്ല. എനിക്ക് ചേട്ടാ എനിക്കൊരു അവസരം തരുമോ? കാരണം ഞാൻ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ഞാൻ യൂസ് ചെയ്യത്തില്ല. ഇപ്പം ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു ആക്ടറിനെയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഞാൻ പോയിട്ട് അവരുടെയൊക്കെ പോയി ഒരിക്കലും. എനിക്ക് ഒരുപാട് പൊളിറ്റീഷ്യൻസിനെയൊക്കെ അറിയാം. ഇവൻ ഞാൻ പുതിയ വീട് വെച്ചപ്പോൾ എനിക്ക് കെട്ടിട നമ്പർ കിട്ടാനായിട്ടൊക്കെ കുറേ നടന്നു. അപ്പോൾ എനിക്ക് 2-3 പേര് ചോദിച്ചേട്ടാ നിനക്ക് MLA ആരെങ്കിലും വിളിച്ച് പറഞ്ഞോടാ? ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ആരെയും അങ്ങനെ ഉപയോഗിക്കാറില്ല. പറഞ്ഞു അത് ഈഗോയാണ്. ഈഗോ എന്തോ ആകട്ടെ, ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ ഉപയോഗിക്കത്തില്ല. അപ്പം ഇതുപോലെ തന്നെ ജൂഡേട്ടനെ ഞാൻ അങ്ങനെ ഒരു വാക്കുപോലും ഞാൻ പിന്നെ ചോദിച്ചിട്ടില്ല. ചെന്നൈയിലെ റാം കെയർ ഓഫ് ആനന്ദി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സത്യത്തിൽ പട്ടിണി കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി എഴുതി ഏകദേശമൊക്കെ ആയി സെറ്റായി നിൽക്കുകയാണ്. എടാ എവിടാ? ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ ഒരു ചെന്നൈ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നീ പെട്ടെന്ന് കൊച്ചിയിലേക്ക് പോര്. ഞാൻ പറഞ്ഞ എന്താണ്? ബാഗ് എടുത്തു പോരാൻ പറഞ്ഞ്. അവിടുന്ന് എവിടെയാണോ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോരാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒരു ട്രാവൽ ബാഗ് തൂക്കി ആലുവയിൽ വന്ന് ഇറങ്ങി. അദ്ദേഹം എന്നെ വന്ന് പിക്ക് ചെയ്തു.
അവിടെ ഒരു കിഴക്കേദേശം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു ബാൽക്കണിയിൽ നിന്നിട്ടാണ് എന്നോട് ഈ കഥ പറഞ്ഞത്. കഥ പറഞ്ഞപ്പോൾ ഞാൻ വെച്ചാൽ ഇത് കൊള്ളാം. അപ്പം ഞാൻ ഓർക്കുന്നത് എന്നോട് കഥ പറയുകയാണ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പം എനിക്ക് പറഞ്ഞു ഇത് നീയാ എഴുതുന്നെന്ന് പറഞ്ഞു. ചേട്ടാ ഇത് ഇത്തിരി പാടാണ്. എനിക്ക് ആദ്യമായിട്ട് ഒരു മലയാളം ഫിലിമിലോട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനം, ഇത്രയും ആൾക്കാർ, ഇത്രയും ആക്ടേഴ്സ്, ഇത്രയും വലിയൊരു പ്രശ്നമുള്ളൊരു സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ കൊണ്ട് ഞാനും ഉണ്ടാവും നിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ധൈര്യമായിരുന്നു. പിറ്റേ ദിവസം തൊട്ട് ഞാൻ എഴുതി തുടങ്ങി. എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് കൊടുത്തു. പുള്ളിയും വന്നിരിക്കും, പുള്ളി സംസാരിക്കും, ചിലപ്പോൾ വഴക്കിടാൻ തുടങ്ങി. പിന്നീട് ഒരു സീൻ ചിലപ്പോൾ തിരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ സീൻ വെട്ടിപ്പോകാതിരിക്കാൻ ഞാൻ കിടന്ന് കഷ്ടപ്പെടും, പുള്ളി പുതിയ സീൻ പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ തമ്മി തല്ലിയാണെങ്കിൽ 1 വർഷം കൊണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് തീർത്തു. പിന്നീട് കോവിഡൊക്കെ വന്ന് പടമൊക്കെ ഒന്ന് മുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. പല സമയത്തും ഞങ്ങൾ തമ്മി നോക്കിയെന്ന് കരഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്ത പടമാണ് 2018. അതിൻ്റെ ഫസ്റ്റ് ഡേ ഇവിടെ വനിത തിയേറ്ററിൽ ഷോ നടക്കുമ്പം എൻ്റെ ഫാമിലി, ജൂഡൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പടത്തിന് തീരെ ആൾ കുറവാണ്, ക്രൂ മെമ്പേഴ്സും ഉണ്ട്, പിന്നെ തിയേറ്ററിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഫസ്റ്റ് ഡേ ആണ്, ആർക്കും അത്ര പബ്ലിസിറ്റി ഒന്നും ഇല്ലാത്ത പടമാണ്. ഇത് റിലീസ് കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ അങ്ങ് വന്ന് പൊതിഞ്ഞപ്പോൾ ഞാനും പുള്ളിയും തമ്മിലൊരു നോട്ടേ നോക്കിയുള്ളൂ. ആ ഒരു നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ഇതായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു 2018 കുറച്ച് ദിവസങ്ങൾ അതിൻ്റെ ഒരു ഇതായിരുന്നു. എൻ്റെ ഫസ്റ്റ് മൂവി ഈ പറഞ്ഞ കണക്ക് ഒരു 200 കോടി ക്ലബിൽ ബിസിനസ് എല്ലാം കൂടെ ചേർന്നിട്ടായി. പിന്നെ അത് എനിക്കിഷ്ടപ്പെട്ട ഒരു സഹോദര തുല്യനായ ഒരു മനുഷ്യൻ്റെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെയാണ് എനിക്ക് ഉണ്ടായ സന്തോഷം. എപ്പോഴും അദ്ദേഹത്തിന് എനിക്കെപ്പോഴും ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഫേസ്ബുക്കിൽ എഴുതി നടന്ന അല്ലെങ്കിൽ ബുക്ക് കൊണ്ടുനടന്ന് വിറ്റുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ അന്ന് DC ബുക്സ് പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ റാം കെയർ ഓഫ് ഇത് തീർന്നിട്ടില്ല എഴുതി. ക്ലൈമാക്സിലേക്ക് എത്തുന്നത് ഞാൻ 2018 സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇരുന്നിട്ട് ഇത് എഴുതുന്നത്. അപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്ത ഒരു ഇതുണ്ടല്ലോ, ധൈര്യം ഉണ്ടല്ലോ. പുതിയ ഒരാളെ എന്തുകൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏതൊരു ആളെ കൊണ്ട് വേണമെങ്കിലും ചെയ്യിക്കുക. ഇൻഡസ്ട്രി എന്തോരം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. എനിക്കൊരു ചാൻസ് തന്നു, എനിക്കൊരു ധൈര്യം തന്നു, ഒപ്പം സഹോദരനെ പോലെ നിന്നു. ഇപ്പോഴും എൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ അയാളെ ഡയറക്ടറായിട്ടല്ല കാണുന്നത്, എൻ്റെ ഒരു മൂത്ത ചേട്ടനെ പോലെയാണ് കാണുന്നത്. അതങ്ങനെ തന്നെ എൻ്റെ വരെ ആ ഒരു സ്നേഹം ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ റാം കെയർ ഓഫ് ആനന്ദിയും സിനിമയാക്കുന്നു എന്നുള്ളൊരു ന്യൂസ് എല്ലാവരിലേക്കും എത്തിയതായിരുന്നു. അതിൻ്റെ അപ്ഡേറ്റുകൾ എന്തെങ്കിലും? അതിൻ്റെ എല്ലായിടത്തും അപ്ഡേറ്റ് ചെയ്ത് തന്നെ ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമിന് ചെന്നാലും, ഇപ്പോൾ എവിടെ ചിലപ്പോൾ വീടിൻ്റെ അവിടെ നിന്നാലും ആരെങ്കിലും വന്ന് ചോദിക്കുന്ന ചോദ്യമായത് റാം എന്തായെന്ന് പറഞ്ഞിട്ട്. ഇച്ചിരി ഒരു ടൈം എടുക്കും, എന്നാലും അതിൻ്റെ സ്ക്രിപ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ടീമാണ് ചെയ്യുന്നത്, ഞാനല്ല സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, വേറൊരാളാണ്. നന്നായിട്ട് തന്നെ ചെയ്യുന്ന ഒരാളാണ്. അതൊരു നല്ലൊരു പടമായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് ഞാനും പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. വൈകാതെ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും. എൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമോ? സെക്കൻഡ് പാർട്ട് എനിക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അതൊരു സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്ത് എനിക്ക് കുറേ പ്രീ ബുക്കിങ്ങിൽ പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷനാണ്, വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിൽ അങ്ങനെ ഒരു കഥയില്ല. പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ത്രെഡ് വരികയാണെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് പാർട്ടിനോട് ചെയ്യുന്ന വലിയൊരു അബദ്ധമായിരിക്കും. അതിൻ്റെ വില കൂടെ പോവും സെക്കൻഡ് പാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നീട് എപ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ ചെയ്യും. പക്ഷെ പലരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്, എന്തായി അപ്പുറത്തെന്തായി തിരിച്ചു വരുമോ എന്നൊക്കെ അറിയാനുള്ള. അത് ഇപ്പോഴും പോലീസ് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ റിയലാണ്. കുറേ ആൾക്കാർ അത് തിരഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ക്ലോസ് ചെയ്യപ്പെടാത്തൊരു കേസാണ് കേരളത്തിൽ, കൊച്ചിയിൽ ക്ലോസ് ചെയ്യപ്പെടാത്ത കേസ് ഇപ്പോഴും അന്വേഷിക്കുമ്പോൾ നമ്മൾ അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. സ്റ്റിൽ ഞാനിപ്പോഴും വെയിറ്റിംഗ് ആണ് അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയാനായിട്ട്, മറ്റുള്ളവരെ പോലെ. ഈ രാത്രി 12-ന് ശേഷം അതുപോലെ തന്നെ ഒരു റിയൽ ഇൻസിഡൻസ് കുറച്ചിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടൊക്കെ എടുത്തതായിരുന്നല്ലോ. അതിൻ്റെ അപ്പോൾ ഈ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെ ഉണ്ടല്ലോ. ചെറിയ റിസർച്ച് അല്ല ഇതിനാവശ്യമുള്ളത്. കുറേ സംസാരിക്കാത്ത ചേട്ടനുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ ഡൽഹിയിലെ ആ ഒരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ പല ഫാക്ടേഴ്സ് ഓഫ് റിസർച്ചുകൾ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചെകിഞ്ഞെടുത്തത് എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ഒക്കെ എന്ന് പറയുന്നത്, ബാനാസുര ഡാം വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു ത്രെഡ്, ഈ ഡാമിൻ്റെ അടി മൊത്തം സ്വർണ്ണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ഡാമിൻ്റെ അടി സ്വർണ്ണമോ? അപ്പോൾ പറഞ്ഞേടാ ഈ കാട്ടിനുള്ളിൽ പണ്ട് ബ്രിട്ടീഷുകാർ കുഴിച്ചിട്ട് സ്വർണം ഖനികൾ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ അവശേഷിപ്പുകൾ. അതിൽ നിന്നിട്ട് തുടങ്ങിയ ഒരു റിസർച്ചാണ്. നോക്കിയപ്പോൾ ശരിയാണ്, പണ്ട് ഇവിടെ പല കമ്പനികൾ വന്ന് വയനാട്ടിൽ സ്വർണ്ണ ഖനനം നടത്തിയിട്ടുണ്ട്.
പിന്നെ ആ സ്വർണം മൂപ്പെത്തുക എന്ന് പറയും. മണ്ണിനടി കിടക്കുന്ന സ്വർണത്തിന് ഇത്ര വർഷം കഴിഞ്ഞാലേ അത് കറക്റ്റ് ഗോൾഡ് ആകത്തുള്ളൂ, നമുക്ക് ഈ ഫോമിലേക്ക് ആകത്തുള്ളൂ. ഈ സാധനം അന്ന് മൂപ്പെത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ കാലഘട്ടം നോക്കിയിട്ടുണ്ട്, ഇപ്പോൾ ഏകദേശം മൂപ്പെത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഡാം ഉള്ളതുകൊണ്ട് അവിടെ ഇനി ഒരിക്കലും അങ്ങനെയുള്ളത് വരത്തില്ല. ഈ KGF പോലെ അങ്ങനെ ഒരു ഏരിയ ആയിട്ട് എനിക്കിത് അസ്യൂം ചെയ്തൊരു സാധനമാണ്. പക്ഷേ അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു പല രീതിയിൽ. ഈ നിലമ്പൂർ കാട്ടിനുള്ളിലൊക്കെ പുഴയിൽ നിന്നിട്ട് ആൾക്കാർ തോർത്തിൽ ഇപ്പോഴും ഉണ്ടത്, കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്താണ് ഈ മണ്ണരിക്കുന്നതെന്ന് പണ്ട് ബ്രിട്ടീഷുകാർ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് സ്വർണ്ണത്തരികൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ നേരെ അന്വേഷിച്ച് പോയത് കർണാടക സൈഡിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലായി. ഈ പുഴ ഒഴുകുന്ന വഴിയേ പോയി ഇവർ, എവിടെ നിന്നാണ് ഇത് വരുന്നതെന്ന്. പിന്നീട് മനസ്സിലായി ഇത് വയനാട്ടിൽ നിന്നാണ് ഒഴുകി വരുന്നതെന്ന്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് വയനാട്ടിൽ സ്വർണ്ണമുണ്ട്, പക്ഷേ ഇത് പുഴയിലൂടെ ഒഴുകി വരുന്ന എവിടെ നിന്നാണെന്നും അറിയില്ല. അങ്ങനെ ഇവർ പല സ്ഥലങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ട് കുഴിക്കാൻ തുടങ്ങി. കുഴിച്ച് എന്താ പറയുക, പാറ കണ്ടു കഴിഞ്ഞാൽ അവർ അത് ബ്ലാസ്റ്റ് ചെയ്യും, പിന്നെയും കുഴിക്കും. ഒരുപാട് പൈസയായിട്ട് വേണ്ടി വന്നു. അങ്ങനെ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു. ആ പുള്ളി ഇവിടെ ഇങ്ങനെ ഖനനം നടത്തി, അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫുള്ള് പോയി, വേറെ ആൾക്കാരെയും കൊണ്ടുവന്നു. ലാസ്റ്റ് പുള്ളി സ്വന്തമായിട്ട് അതെല്ലാം ഡൈനാമിറ്റ് വെച്ചിട്ട് സൂയിസൈഡ് ചെയ്യുമായിരുന്നു പൊട്ടിച്ചിട്ട്. പുള്ളിയുടെ പല അവശേഷിപ്പുകളൊക്കെ അവിടെ ഉണ്ട്, പുള്ളി നടത്തിയ ഇത് ഖനനത്തിൻ്റെയൊക്കെ. ഈ സാധനങ്ങളൊക്കെ എന്തോരം ഒരു സാധനമാണ് നമുക്ക് ഇട്ട് തരുന്നതെന്ന് അറിയാമോ? എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിൽ നിന്നിട്ടാണ് ഞാൻ ഈ രാത്രി 12 ശേഷം എന്ന് പറഞ്ഞൊരു സാധനത്തിനെ ബിൽഡ് ചെയ്തത്. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമായി, പക്ഷെ ചിലർക്ക് ഇങ്ങനെയുള്ളതൊന്നുമല്ല. ഈ പറഞ്ഞ ഒരു റാം കെയർ ഓഫ് ആനന്ദി, ലൈറ്റ് റീഡൊക്കെയാണ് ഭയങ്കര ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക്. ഈ പറഞ്ഞ ബുരാരി കേസ്, ആസ്ട്രൽ പ്രൊജക്ഷൻ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. വർക്കായവർക്ക് വർക്കായി, ഇല്ലാത്തവർക്ക് ഈ പറഞ്ഞ കണക്ക് ചിലപ്പോൾ ക്ലൈമാക്സ് മനസ്സിലായില്ല, പിന്നെ കുറച്ച് പകുതി വരെ ഓക്കെ ആയിരുന്നു, പിന്നീട് അങ്ങോട്ടേക്ക് പോയപ്പോൾ വേറെ സംഭവങ്ങളൊക്കെ വന്നു എന്നുള്ളതൊന്നും. പക്ഷേ ഇതിൻ്റെ സ്റ്റഡീസ് ഭയങ്കരമായിട്ട് അതിഭീകരമായിട്ട് ഞാൻ നടത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ പറഞ്ഞ കണക്ക് 100% അല്ല, എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ ഒരു ഫിക്ഷൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് പുതിയതായിട്ട് അറിയാമായിരുന്നു, ഇത് വായിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഇത് കണക്ക് ഈ ഒരു സാധനമാണ്, എനിക്കും അറിയത്തില്ലായിരുന്നു. ഒരുപാട് ഡോക്യുമെൻ്ററികളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് ഇത് തെളിയിക്കുന്നത്. പിന്നെ ഈ ബുരാരി കേസിൽ ഒരു ഫാമിലിയിൽപ്പെട്ട ഇത്രയും പേര് പെട്ടെന്ന് ഒരു ദിവസം സൂസൈഡ്, ഇൻക്ലൂഡിങ് എ ഡോക്ടർ, ചെറിയ കുട്ടികൾ, പ്രായമുള്ള ആൾക്കാർ, ഇവരെല്ലാം ഒരേ മൈൻഡ് സെറ്റിൽ വന്നിട്ട് എങ്ങനെയാണ് സൂസൈഡ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഇവർക്ക് ഈ ബോഡി വേണ്ട, ഇവർ വേറെ ഏതോ ഒരു ബോഡിയിലേക്ക് പോയി ഈ വിവാദങ്ങൾ, ഇവർ മരണപ്പെട്ട വാർത്തകളും പോലീസ് അന്വേഷണം നടക്കുന്നതൊക്കെ വേറൊരു സ്ഥലത്തിരുന്ന് കാണുന്നുണ്ടെങ്കിലോ, വേറൊരു ബോഡിയിലൂടെ നമുക്കിതും അസ്യൂം ചെയ്യാൻ പറ്റും. ഈ ഒരു തോട്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ ബോഡി ഷെയ്മിങ്ങിൻ്റെ ഒരു കാര്യമുണ്ട്. എനിക്ക് എൻ്റെ ബോഡി ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട യഥേഷ്ടം ഒരു ബോഡി സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമുക്കൊരിക്കലും, പണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ദൂരെയുള്ള ഒരാളെ ഫോണിൽ വിളിക്കാൻ പറ്റുമെന്ന്? ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. മൊബൈൽ, അതായത് ലാൻഡ് ഫോണൊക്കെ ഉള്ള സമയത്ത് മൊബൈൽ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതമായിരുന്നു എൻ്റെ തീരെ ചെറിയ പ്രായത്തിൽ. ഇവിടെ നമ്മുടെ BSNL ലോഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കും ഹച്ച് എന്നൊക്കെ പറഞ്ഞതൊക്കെ വന്ന് കണക്ഷനൊക്കെ എടുത്ത ആൾക്കാർ മറ്റേ കൊമ്പുള്ള ഫോണൊക്കെ ആയപ്പോഴേക്കും അത്ഭുതത്തോടു കൂടി നോക്കുമായിരുന്നു ആൾക്കാർ. ഇതുപോലെ തന്നെ നമുക്ക് അത്ഭുതങ്ങൾ പലത് അറിയാൻ പറ്റത്തില്ല എങ്ങനെയാണ്. ഈ പറഞ്ഞ കണക്ക് ബോഡി സ്വിച്ചിങ്ങോ ആസ്ട്രൽ പ്രൊജക്ഷനൊക്കെ റിയൽ ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന് ഒരുപാട് ഭവിഷ്യത്തുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള ബോഡി ചൂസ് ചെയ്യാം. നമ്മുടെ ബോഡി നശിപ്പിച്ചിട്ട്, ഇപ്പോൾ ഒരാൾ തൂങ്ങി മരിച്ച് കിടക്കുകയാണ്, പക്ഷെ അയാൾ വേറൊരു ബോഡിയിൽ നിന്നിട്ട് ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനൊരു സാധനത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ രാത്രി 12 ശേഷത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയെല്ലാം ആൾക്കാർ വായിക്കുന്ന കണക്ക്. അതെ, ഏതായാലും അപ്പം ഇനിയും വരുന്നത്, ഇനിയിപ്പം സിനിമ, അത് നോവല്, ഏതായിരിക്കും ഇനി ആദ്യം വരുന്നത്? വരുന്ന വർക്കുകളൊക്കെ ഏതൊക്കെയാണ്? സിനിമയുടെ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഹൊററാണ്, അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഫീമെയിൽ ലീഡിലാണ് നമ്മളത് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി പ്രൊഡക്ഷന് കുറച്ച് ഇഷ്യൂസ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ലോഗയൊക്കെ വന്നില്ല, അത് ഫീമെയിൽ ലീഡിൽ വരുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് നമ്മൾ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒരു നല്ല പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ ഫീമെയിൽ ലീഡിൽ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതാണിപ്പോൾ പുതിയ സിനിമ പ്രൊജക്റ്റ്. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ കണക്ക് ഞാൻ അങ്ങനെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പുതിയ നോവലിൻ്റെ റിസർച്ചിലാണ്. അപ്പോൾ ഒരു 2-3 സാധനങ്ങൾ, ത്രെഡുകൾ വന്നിട്ടുണ്ട്. ഒരു ട്രാവലോഗ് പോലെ, നീലാകാശം പച്ചക്കടൽ പോലുള്ള ഒരു ഫുൾ ജേർണി ആയിട്ടുള്ള ഒരു നോവല്, അല്ലെങ്കിൽ ആലപ്പുഴ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോവല്, ഇതും അല്ലെങ്കിൽ ഒരു കാട് ബേസ് ചെയ്തിട്ടുള്ള നോവല്. ഇത് 3 പാരലലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണോ എനിക്ക് കൂടുതലായിട്ട് ഇത് വരുന്നത്, ഒരു ത്വര വരുന്ന എഴുതാനായിട്ട്, അതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്.
എന്തായാലും അടുത്തത് എന്താണെങ്കിലും ഇപ്പം ഈ ഒരു പേരൊരു ബ്രാൻഡായി മാറിയതുകൊണ്ട് തന്നെ അഖിൽ പി ധർമ്മജൻ എന്നുള്ളൊരു പേര് കൊണ്ട് തന്നെ അടുത്ത ബുക്ക് ഏത് ജോണറാണേലും വായിക്കാൻ വേണ്ടിയിട്ട് ഞാനും എന്നെപ്പോലെ തന്നെ കുറേ പേര് ഇവിടെ വെയിറ്റിംഗ് ആയിട്ടുണ്ട്. എന്നാലും ഒരുപാട് സന്തോഷം അഖിൽ ചേട്ടാ. എനിക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു, കുറച്ച് ഇമോഷണൽ ആവേണ്ട വന്നു ഇടയ്ക്ക്. പക്ഷെ വളരെ നല്ല, എനിക്ക് ലൈക്ക് മച്ച് നീഡഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനായിട്ട് തോന്നി. എന്നാലും ഒരുപാട് സന്തോഷം. ഇനി വരുന്ന വർക്ക്സ് എല്ലാം അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു കോൺവെർസേഷൻ ഞങ്ങളുടെ ഇവിടെ എത്തി, ഇത്ര നല്ലൊരു കോൺവെർസേഷൻ്റെ ഭാഗമായതിലും ഒക്കെ ഒരുപാട് താങ്ക് യു. എല്ലാം അടിപൊളിയാവട്ടെ. എന്തായാലും നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം നന്നായിട്ട് നടക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതിന് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു.